ഓം ശ്രീ ഗുരുഭ്യോ നമഃ. അധ യദാത്മനോ ജിജ്ഞാസുസ്തദിദം ബ്രഹ്മൈവാഹം. ഓം കിം തസ്യ ലക്ഷണമസ്യ ച കതി ഗണനയേതി. ഓം തജ്ജ്യോതിഃ. ഓം തേനേദം പ്രജ്വലിതം. ഓം തദിദം സദസദിതി. ഓം ഭൂയോ അസദഃ സദസദിതി. ഓം സച്ഛബ്ദാദയോ അസദഭാവശ്ചേതി. ഓം പൂർവം സദിദമനുസൃത്യ ചക്ഷുരാദയശ്ചൈകം ചേതി. ഓം ജ്ഞാതൃജ്ഞാനയോരന്യോന്യ വിഷയ വിഷയിത്വാൻ മിഥുനത്വമിതി. ഓം ഏവം ജ്ഞാനജ്ഞേയ വിഭാഗഃ. ഓം ഏകൈകം രുദ്രത്വമാസീതിതി. ഓം ബ്രഹ്മൈവാഹം തദിദം ബ്രഹ്മൈവാഹമസ്മി. ഓം അദീദാഗാമിനോ രസത്വം യതഃ യദേതദന്വിച്ഛത. ഓം പരിമാണം തതഃ. ഓം സദസദോരന്യോന്യകാര്യകാരണത്വാത്. ഓം അഹം മമേതി വിജ്ഞാതോ മത്തോ നാന്യഃ. ഓം തദ്വത് തസ്മാത്. ഓം ദൃഗ്ദൃശ്യയോഃ സമാനകാലീനത്വാത്. ഓം സുഖൈകത്വാത്. ഓം വ്യാപകതയാ ദിശാമസ്തിത്വാത്. ഓം അണുമഹദവയവത്താരതമ്യസ്യാഭാവാത്. ഓം അസദോ അവ്യാപകത്വാത്. ഓം ആത്മാന്യത് കിഞ്ചിന്നാസ്തി. ഓം തസ്മാത് തസ്യ സത്വാച്ഛ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. തസ്മാത് തസ്യ സത്വാച്ഛ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. അധ യദാത്മനോ ജിജ്ഞാസുസ്തദിദം ബ്രഹ്മൈവാഹം. ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ. ഗുരു സാക്ഷാത് പരം ബ്രഹ്മ
തസ്മൈ ശ്രീ ഗുരവേ നമഃ. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. സദ്ഗുരും തം നമാമി. ഗുരുപാദങ്ങളിൽ പ്രണാമം. ആത്മജിജ്ഞാസുക്കൾക്ക് ഏവർക്കും നമസ്കാരം. വേദാന്ത സൂത്ര ചിന്ത. ഇന്ന് നമ്മൾക്ക് സൂത്രം 19 വിചാരം ചെയ്യാനുള്ളത്. നമ്മുടെ ജീവിതവുമായി വളരെ ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ നമുക്കിത് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഏകദേശം ഗുരുവിൻ്റെ കൃതികളുടെ ഒരു 3/4 ഭാഗവും പരിശോധിക്കുമ്പോൾ ഗുരു ഈ ആശയത്തെ നമുക്ക് പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അതിനെ എല്ലാം കൂടെ ചേർത്തുകൊണ്ട് 4 അക്ഷരങ്ങളിൽ ഒതുക്കിയിരിക്കുന്നു. അതാണ് ഗുരുക്കന്മാരുടെ ആ ഒരു ചൈതന്യം എന്ന് പറയുക. കാരണം പരത്തി പറയാൻ നമുക്കൊക്കെ പറ്റും ഒരു കാര്യം ചോദിച്ചാൽ, പക്ഷെ അത് ചുരുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് വൈദഗ്ധ്യം ആവശ്യമുണ്ട്. കുറച്ച് വിദ്വാൻമാർക്ക് മാത്രമേ അങ്ങനെ സാധ്യമാകൂ. അപ്പോൾ ഗുരുവിൻ്റെ ആ ഋഷിത്വം നമുക്ക് ഈ സൂത്രത്തിലൂടെ കാണാൻ സാധിക്കും. കവിത്വവും സംഗ്രഹണ ശക്തിയും ഒക്കെ നമുക്ക് ഇതിലൂടെ കാണാം. ഒന്നും പറഞ്ഞില്ല, 4 അക്ഷരേ പറഞ്ഞുള്ളൂ. ഈ ലോകത്തെ മുഴുവൻ ഉൾക്കൊണ്ടു. നോക്കൂ, സുഖൈകത്വാത് ഇത്രേ പറഞ്ഞോളൂ ഗുരു. സുഖൈകത്വാത് പഠിക്കാനും എളുപ്പമാണ്, പിരിച്ചെഴുതാനും എളുപ്പമാണ്. അർത്ഥം അധികം എഴുതി ബുദ്ധിമുട്ടണ്ടെന്ന് വിചാരിച്ചു. നോക്കൂ, സുഖ പ്ലസ് ഏകത്വാത്, അത് ദ്വിപദം സൂത്രം. പറ്റുമെങ്കിൽ ഒന്ന് കുറിച്ച് വയ്ക്കുക. സുഖ പ്ലസ് ഏകത്വം സുഖൈകത്വം. തസ്മാത് ഒരു പഞ്ചമി ചേർത്തപ്പോഴാണ് സുഖൈകത്വാത്. അതുകൊണ്ട് സുഖ പ്ലസ് ഏകത്വാത് സുഖൈകത്വാത് എന്നാണ് കേട്ടോ. അപ്പോൾ ഇവിടെ സുഖ, ഓഡിയോ എല്ലാവരും മ്യൂട്ട് ചെയ്യണേ. ദേവി അമ്മച്ചി ഓഡിയോ ഒന്ന് മ്യൂട്ട് ചെയ്തേ. നോക്കൂ, ഇവിടെ സുഖ എന്ന് പറയുന്നിടത്തെ അകാരവും ഏകത്വം എന്ന് പറയുന്നിടത്ത് ഏകത്വം. സുഖ പ്ലസ് ഏകത്വം, ആ ഏകാരവും ചേർന്ന് ഐ എന്ന ഒരു ആദേശം വന്ന് വൃദ്ധിസന്ധി വന്നപ്പോഴാണ് സുഖൈകത്വം എന്ന് പറഞ്ഞത്. സുഖ എന്നതിലെ അകാരവും ഏകത്വം എന്നുള്ളതിലെ ഏകാരവും ചേർന്നപ്പോൾ ആ പ്ലസ് എ ഐ വൃദ്ധിസന്ധി, അതാണ് സുഖൈകത്വ അതെന്ന് പറഞ്ഞത്. ദേവൈശ്വര്യം, ദേവ പ്ലസ് ഐശ്വര്യം, ദേവൈശ്വര്യം എന്ന് പറഞ്ഞ പോലെ സുഖ പ്ലസ് ഏകത്വാത് സുഖൈകത്വാത് എന്ന് അതൊന്ന് പിരിച്ചെഴുതുക. പിന്നെ സന്ധി നിയമങ്ങൾ വെറുതെ പറഞ്ഞെന്നുള്ളൂ, അതൊന്നും ഓർത്ത് ഇതാകണ്ട. ആ ഒരു വാക്ക് പറഞ്ഞപ്പോൾ അതിൻ്റെ വ്യാകരണം ഒന്ന് പറഞ്ഞെന്നേ ഉള്ളൂ കേട്ടോ. ഇവിടെ നമ്മൾ കഴിഞ്ഞ സൂത്രത്തിൽ പറഞ്ഞത് ദൃഗ്ദൃശ്യോഹോ സമാനകാലീനത്വം അതെന്നാണ് പറഞ്ഞത്. എല്ലാവരും ഉൾക്കൊണ്ടിട്ടുണ്ടെന്ന് തോന്നണു. കാണുന്നവനും അവൻ്റെ കാഴ്ചകളും എവിടെയാണെങ്കിലും ഏത് അവസ്ഥയിലാണെങ്കിലും ഒരുമിച്ചാണ് ഉള്ളത്. എവിടെയൊക്കെ കാഴ്ചകളുണ്ടോ അവിടെയൊക്കെ ദൃക്കുണ്ട്, കാണുന്നവനുണ്ട്. കാണുന്നവനെ വിട്ടിട്ട് കാഴ്ചയില്ല. ദൃശ്യങ്ങൾ മാറും, ദൃക്ക് മാറില്ല. അപ്പോൾ അതുകൊണ്ട് ഏകമായ സത്യം എല്ലായ്പ്പോഴും കാണുന്നവൻ മാത്രമാണ് സത്യം എന്നുള്ളത് കൊണ്ടും ദൃക്ക് മാറി മറിയുന്നത് കൊണ്ടും അദ്വൈതം മാത്രമാണ് സത്യം എന്ന് ഗുരു സമർത്ഥിച്ചു കൊണ്ടാണ് പോകുന്നത്. ഇനി സുഖത്തിന് ഏകതയുള്ളത് കൊണ്ടും ആ അദ്വൈതം മാത്രമാണ് സത്യം എന്ന് പറയുമ്പോൾ സുഖ എന്ന് പറഞ്ഞ ആനന്ദം അല്ലെങ്കിൽ സുഖം ഏകത്വാത് ഏകമായിരിക്കുന്നത് കൊണ്ട് സുഖ
ഏകത്വാത്. അപ്പൊ സുഖത്തിന് ഏകത്വം ഉള്ളതിനാൽ എന്നാണ് സൂത്രാർത്ഥം. എളുപ്പത്തിൽ മനസ്സിലായി നോക്ക്. സുഖത്തിന് ഏകത്വം ഉള്ളതിനാൽ. സൂത്രം എങ്ങനെയാണ്? സുഖേകത്വാത്. ഇനി ഇത് ഈ സുഖത്തിന്റെ ഏകത്വം നമ്മൾ എങ്ങനെ വിശദീകരിക്കും എന്നാണ് ആലോചിക്കുന്നത്. കാരണം നമ്മളെല്ലാവരും ജീവിക്കുന്നത് സുഖം തേടിയ. ദുഃഖം ആരെങ്കിലും ഇഷ്ടപ്പെടുമോ? ഒരിക്കലുമില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്ക് സംസാരിക്കുമ്പോഴും സുഖം കിട്ടുന്നിടത്തേ നമ്മൾ സംസാരിക്കൂ. നമുക്ക് നിൽക്കുമ്പോൾ നോക്കുമ്പോൾ നമ്മുടെ ദൃഷ്ടിയിൽ വരുമ്പോൾ പോലും സുഖമുള്ള വസ്തുക്കളിലേ നമ്മൾ നോക്കുള്ളൂ. ഇല്ലാത്ത നമ്മൾ പെട്ടെന്ന് കണ്ണെടുത്ത് കളയും അല്ലേ? അപ്പോൾ എന്തും നമ്മൾ സുഖം, നമ്മൾ ഈ ലോകത്ത് എന്ത് പ്രവൃത്തി ചെയ്യുന്നോ അതെല്ലാം സുഖം തേടിക്കൊണ്ടാണ്. നമ്മൾ അറിയാതെയാണെങ്കിലും അതങ്ങനെയാണ്. അപ്പം നമ്മൾ നോക്കുമ്പോൾ ഒരു കുഞ്ഞു ഉറുമ്പ് ഇങ്ങനെ നുരച്ച് പോകുന്നത് കാണാം. നമ്മൾ അതിനൊന്ന് ഇത്ര നേരം നോക്കി നിന്നാൽ കാണാം അത് അതിൻ്റെ എവിടെയെങ്കിലുമോ അതിൻ്റെ ഒരു ആഹാരത്തിൻ്റെ എന്തെങ്കിലും ഒരു അംശം തേടിയാണ് പോണത്. എന്നിട്ട് അത് കഷ്ടപ്പെട്ട് ഇങ്ങനെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ജീവികളെ പതുക്കെ. അതുങ്ങളുടെ ജീവിത ആ ഒരു ചലനങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ അതിന് ശേഷം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഷ്ടപ്പെട്ട് വലിച്ച് കൊണ്ടുവരണ കാണാം. എന്തിനാന്ന് വെച്ചാൽ അതിൻ്റെ ആഹാരം തേടും അത്. ആ ആഹാരം അതിന് സുഖമായിട്ട് ഇരിക്കാനുള്ള ഉപാധിയാണ് അത് തേടിപ്പോകുന്നത്. അപ്പം നമ്മൾ ഓഫീസിൽ പോകണേ എന്തിനാ? ജോലി ചെയ്യണം, നമുക്ക് പൈസ കിട്ടണം, സുഖമായിട്ട് ജീവിക്കണം, ആഹാരം കഴിക്കണം, മറ്റു ആവശ്യങ്ങളെല്ലാം നടക്കണം. ഇനി അതുപോലെ ആശുപത്രിയിൽ എന്തിനാ പോണേ? ശരീരത്തിന് അസുഖം വന്നാൽ അത് ഇത്രയും പെട്ടെന്ന് ശരിയാക്കി സുഖമായിട്ടിരിക്കണം. ഏത് പ്രവൃത്തിയുടെയും ലക്ഷ്യം സുഖമാണ്. സുഖത്തിന് വേണ്ടിയാണ് മനുഷ്യൻ ജീവിക്കുന്നത് തന്നെ. കാരണം നമ്മുടെ സ്വരൂപം സുഖമാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മളിങ്ങനെ സുഖം ആഗ്രഹിച്ചുകൊണ്ട് നടക്കുന്നവരാണ്. ദുഃഖം ആരും ആഗ്രഹിക്കുന്നില്ല. സുഖം മാത്രമേ എല്ലാവരും തേടുന്നുള്ളൂ. ദുഃഖം ആരും ആഗ്രഹിക്കുന്നു പോലുമില്ല. അപ്പോൾ ജീവിതത്തിൽ സുഖം നേടുന്നതിന് വേണ്ടി നമ്മൾ നടത്തുന്ന യാതനകൾ, കഷ്ടപ്പാടുകൾ വലുതാണ്. എത്രയോ കഷ്ടപ്പെടും. ഇപ്പോൾ ഒരു കുട്ടി വിദ്യാഭ്യാസം തുടങ്ങി അത് പഠിച്ച് എത്രയോ ഉയർന്ന നിലയിൽ ഒരു പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ് അതിന് ശേഷം ഒരു എക്സ്ട്രാ കാര്യങ്ങളെല്ലാം എടുത്തു കഴിയുമ്പോൾ എത്ര വർഷത്തെ പ്രയത്നമുണ്ട്. പക്ഷേ ആ പ്രയത്നത്തിലൂടെ കിട്ടിയ ജോലിയിൽ നിന്ന് നമ്മൾ ജീവിക്കുമ്പോൾ ആ പ്രയത്നം ചെയ്തത് വെച്ച് നോക്കുമ്പോൾ ആ സുഖം വളരെ തുച്ഛമാണ്, വളരെ തുച്ഛമാണ്. അപ്പോൾ ദുഃഖം കൂടുതലും അതിൽ നിന്ന് കിട്ടുന്ന സുഖം വളരെ കുറവുമാണ് ഈ ലോകത്ത്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഗുരു തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. വെറും ഭ്രമമായി മിഥ്യാത്മകമായി ചലിച്ച് അനുനിമിഷം പരിണമിച്ചു കൊണ്ടിരിക്കുന്ന വസ്തുക്കളെയാണ് നമ്മൾ സുഖത്തിന് വേണ്ടി പിടിക്കുന്നത്. സുഖസ്വരൂപമായ ഒരു വസ്തു നമ്മളിൽ ഉണ്ടായിട്ടും നമ്മളുടെ അവശതയായ അവിവേകം കൊണ്ട് നമ്മൾ അതിനെ പല വിധത്തിൽ പറയും. പല ദ്വൈതമായും അദ്വൈതമായും ന്യായശാസ്ത്രമായും തർക്കമായും ഒക്കെ നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ അത് നമ്മളുടെ അടുത്തിരിക്കുന്ന വസ്തു സർവ്വശാസ്ത്രങ്ങൾക്കും സർവ്വവാക്കുകൾക്കും സർവ്വവിധമായ ജൽപ്പനങ്ങൾക്കും എല്ലാം അപ്പുറമാണ് അത്. അപ്പൊ ശ്രീരാമകൃഷ്ണദേവനൊക്കെ ഉപനിഷത്തൊക്കെ വായിച്ചിട്ടാണോ പരമഹംസനായിട്ടിരുന്നത്? അല്ല. ആ സുഖസ്വരൂപത്തെ അനുഭവിക്കാനുള്ള ആ ഒരു അനുഗ്രഹം കിട്ടിയതുകൊണ്ടാണ്. അപ്പം നമ്മളത് കിട്ടുന്നവരെ ഇങ്ങനെ ഗ്രന്ഥപാരായണങ്ങളും ചർച്ചയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു ശരീരത്തിൽ വരുമ്പോൾ എങ്കിലും ആ സുഖം എനിക്കൊന്ന് അനുഭവിക്കണം എന്ന് കരുതിയാണ് നമ്മളെല്ലാവരും യാത്ര ചെയ്യണത്. അപ്പം നമ്മൾ പറഞ്ഞത് ജീവിതത്തിൽ സുഖം ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രയത്നങ്ങൾ വളരെ കൂടുതലാണ്. പല പ്രവൃത്തികളും നമ്മൾ ചെയ്യും. എന്ത് ചെയ്യുമ്പോഴും തന്നെ ഇപ്പോൾ വീട് ശരിയാക്കി വെക്കണത്, കാറ് വാങ്ങണത്, നല്ല വസ്ത്രം വാങ്ങണത്, നല്ല ആഹാരം പാകം ചെയ്യണത്, TV വാങ്ങണത്, AC വാങ്ങണത്, ഇതെല്ലാം എന്തിനാ? വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ കണ്ണടച്ച്. സുഖമായിട്ടിരിക്കാനാണ്. സുഖം. പക്ഷേ അങ്ങനെ നമുക്ക് സുഖം തരുന്ന വിഷയങ്ങളും പലതാണ്. ചില ആളുകൾ സത്സംഗത്തിലിരിക്കുമ്പോൾ സുഖിക്കുന്നു, ചില ആളുകൾ TV കാണുമ്പോൾ, ചില ആളുകൾ ഗെയിമുകൾ കളിക്കുമ്പോൾ, ചില ആളുകൾ എന്തെങ്കിലും അങ്ങനെയുള്ള ഇഷ്ടപ്പെട്ട വിനോദങ്ങളിൽ ഏർപ്പെടുമ്പോഴോ കാഴ്ചകൾ കാണുമ്പോഴോ, ചില ആളുകൾ പാചകത്തിലായിരിക്കും ഇഷ്ടം. അങ്ങനെ സുഖം തരുന്ന വിഷയങ്ങളും പലതാണ്. അപ്പോൾ
മനുഷ്യന്റെ ജീവിതത്തിൽ സുഖം ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ നാനാതരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും. സുഖം തരുന്ന വിഷയങ്ങളും പല പല ഉപാധികളിൽ നിന്നാണ് നമ്മൾ സുഖം എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നാനാതരത്തിലുള്ള സുഖാനുഭവങ്ങൾ നമുക്കുണ്ടാകാം അല്ലേ? എങ്കിലും ആത്യന്തികമായി നോക്കിയാൽ പലതരത്തിൽ കൊച്ചു 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 സുഖങ്ങൾ ജീവിതത്തെ അനുഭവിക്കുന്നുണ്ട്. പരീക്ഷ നന്നായിട്ട് പഠിച്ചൊന്ന് നല്ല മാർക്കോടെ പാസ്സായ സുഖമുണ്ട്, നല്ലൊരു ആഹാരം കഴിക്കുമ്പോൾ സുഖമുണ്ട്, TV വാച്ച് ചെയ്യുമ്പോൾ സുഖമുണ്ട്, നല്ലൊരു ബുക്ക് വായിക്കുമ്പോൾ സുഖമുണ്ട്, നല്ലൊരു വസ്ത്രം ധരിച്ച് നമ്മൾ തന്നെ നമ്മളെ നോക്കി ഒന്ന് സുഖിക്കാറുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെ കൊച്ചു 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 സുഖങ്ങൾ നമുക്കുണ്ട്. ഏതൊക്കെ ഉപാധികളിലൂടെ സുഖം എടുത്താലും, ബാഹ്യമായി നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു സുഖം തേടുന്നതിന് വേണ്ടിയാണ് മനുഷ്യന്റെ പ്രയത്നം. അതിനവർ നാനാതരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. അങ്ങനെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ നമ്മൾ സുഖം പല ഉപാധികളിൽ നിന്നാണ് നമുക്ക് സുഖം കിട്ടുന്നത് എന്നും പറഞ്ഞു. ഇങ്ങനെ എന്തിനാ ഇത്രയും പറഞ്ഞെന്ന് വെച്ചാൽ, ആത്യന്തികമായി നമ്മൾ നോക്കുമ്പോൾ ഏത് ഉപാധിയിലൂടെ നമ്മൾ സുഖം എടുത്താലും ആ സുഖം ഏകമാണ്. അതാണ് ഗുരു പറയുന്നത്, സുഖൈകത്വ. ഉപാധി പലതും, അതിലൂടെ അനുഭവവേദ്യമാകുന്ന സുഖം ഏകവുമാണ്. സുഖത്തിന് ഒരേ സ്വഭാവം. സുഖം അഥവാ ആനന്ദം എന്നൊക്കെ പറയുന്നത് സുഖത്തിന് തന്നെയാണ്. ആ ആനന്ദം ഏകമാണ്, ഏകമാണ്. അത് ഗുരു. പക്ഷെ നമ്മളെല്ലാവരും അറിഞ്ഞോ അറിയാതെയോ സുഖം തേടുകയാണ്. നമ്മൾ പറയാറില്ല, നാക്കിന് രുചിയുള്ള എന്തെങ്കിലും വെച്ചതാ. എൻ്റെ മോൻ പറയാറുണ്ട്, നാക്കിന് രുചിയുള്ള എന്തെങ്കിലും വെച്ചതാ. അപ്പം എന്താ, ആ രുചി ആ നാവിനെ രസിപ്പിക്കും അല്ലേ? നല്ല ഭംഗിയുള്ള ഒരു വസ്ത്രം ഇട്. അങ്ങനെ നമ്മൾ ഇങ്ങനെ തേടി 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 പോകുമ്പോഴും നമ്മൾ അറിയാതെ തേടുന്നതും ആത്മസുഖമാണെന്ന് ഗുരു പറഞ്ഞു തന്നിട്ടുണ്ട്. അറിഞ്ഞും തേടാം, അറിയാതെയും തേടാം. ശ്രദ്ധിക്കണം, അറിഞ്ഞു സുഖത്തെ തേടുന്നവരുണ്ട്, അറിയാതെ തേടുന്നവരും സുഖത്തെ തന്നെയാണ് തേടുന്നത്. ഇത് ഗുരു എവിടെ പറഞ്ഞേക്കണേന്ന് അറിയാമോ? ആത്മോപദേശ ശതകത്തിൽ പറഞ്ഞതെല്ലാം ഏതാണെന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ദർശനമാലയിൽ സുഖത്തെക്കുറിച്ചൊരു മാല തന്നെ ഗുരു തീർത്തിട്ടുണ്ട്. വിചാരം ചെയ്യാം. ഇവിടെ ഞാൻ ചോദിച്ച ചോദ്യം കുറച്ചുകൂടി ഒന്ന് ആഴത്തിൽ ശ്രദ്ധിക്കുമ്പോൾ ഗുരു പറയാണ്, സുഖം തന്നെ എല്ലാവരും തേടുന്നത്. ചിലരത് അറിഞ്ഞു തേടുന്നു, ചിലരറിയാതെ സുഖം തേടുന്നു. പക്ഷെ അറിയാതെ തേടുന്നവരും ഈ ആത്മസുഖം തന്നെയാണ് തേടുന്നത്. ഇല്ലാതമായ ഇടുമുല്ലാസമൊന്നും അറിവല്ലാതെ ഇല്ല നിലനും, കല്ലാഴിയും കനലുമല്ലാതെ ശൂന്യമതുമെല്ലാം ഒരാദി അറിവാം. തല്ലാഘവം പറകിലില്ലാരണം ക്രിയകൾ മല്ലാടുകില്ല മതി, ഈ സല്ലാഭമൊന്നുമതി എല്ലാവരും തിരയും ഉല്ലാഘബോധ ജനനീ. പിടികിട്ടിയെന്ന് തോന്നുന്നു. ജനനി നവരത്ന മഞ്ജരിയിൽ ഗുരു പറയാണ്, ഈ മായയിട്ട് കാണിക്കുന്ന പ്രപഞ്ച ദൃശ്യങ്ങളൊക്കെ അറിവ് തന്നെയാ, അറിവല്ലാതെ ഒന്നുമില്ല. അനിലനും കല്ല് ആഴി കനല് ഭൂമി ആകാശം ജലം വായു അഗ്നി, ഈ പഞ്ചഭൂതാത്മകമായി ഈ മായ ഇട്ട് കാണിക്കുന്നതെല്ലാം എന്താ പറയുക, അറിവ് തന്നെയാ, ബോധം തന്നെയാ. എല്ലാം ഒരു ആദി അറിവാം. എന്നിട്ട് പറയാണ്, ആ ആദി അറിവിൻ്റെ ലഘുത്വം പറഞ്ഞാൽ പിന്നെ ആ പരമസത്യത്തിൻ്റെ ലാഘവവും മൃദുത്വവും അറിഞ്ഞാൽ പിന്നെ മതി മല്ലാടുകില്ലെന്ന്. കർമ്മഫലം ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ഓരോരോ കർമ്മങ്ങളിൽ ഏർപ്പെട്ട് തുച്ഛമായ കർമ്മ ഫലം നമ്മൾ നേടാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് ആ പരമസത്യത്തിൻ്റെ ലഘുത്വം അറിഞ്ഞാൽ, അതല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന അടുത്ത വരിയാണ്. ഇത് വെറുതെ ഒന്ന് ബാഹ്യമായി പറഞ്ഞതേ ഉള്ളൂ. എത്രയോ കർമ്മങ്ങൾ നമ്മൾ നടത്തുന്നു. ആ കർമ്മങ്ങളെല്ലാം നമ്മൾ ഫലം ഉദ്ദേശിച്ചുകൊണ്ടാണ് കർമ്മം ചെയ്യണത്. പക്ഷേ ഈ ആത്മസത്യത്തിൻ്റെ ലാഘവം ലഘുത്വം മനസ്സിലാക്കിയാൽ പിന്നെന്താ, ഇല്ലാരണം ക്രിയകൾ, കർമ്മഫലം ആഗ്രഹിച്ച് കർമ്മം ചെയ്യുകയില്ല. മതി മല്ലാടുകില്ല. പിന്നെയും പിന്നെയും ബുദ്ധി കർമ്മത്തിന് വേണ്ടി കർമ്മഫലത്തിന് വേണ്ടി ചലിച്ച് ഓടില്ല. എന്നിട്ട് ഗുരു പറയാണ്, ഈ സല്ലാഭമൊന്നു മതി, ഈ സത്തിൻ്റെ ലാഭത്തെ,
ഈ ആത്മസ്വരൂപത്തിൻ്റെ ലാഭം മാത്രം മതി. ഏതൊക്കെ രീതിയിൽ മനുഷ്യൻ തിരഞ്ഞാലും തിരയുന്നത് ഈ സല്ലാപത്തെയാണ്. ഗുരു പറയേ, എല്ലാവരും തിരയും. എൻ്റെ അമ്മേ, എല്ലാവരും ഈ ലോകത്തൊരു ഉറുമ്പ് വരെ തിരയുന്നത് നിന്റെ ആനന്ദമാണ്. എല്ലാവരും തിരയും. ഉല്ലാഘബോധ ജനനി, എല്ലാ പാവങ്ങളെയും ഇല്ലാതെയാക്കാൻ സമർത്ഥയായ, എല്ലാ വാസനകളെയും ഇല്ലാതെയാക്കാൻ സമർത്ഥയായ അല്ലയോ അമ്മേ, ഈ ലോകത്ത് അമ്മ നിന്നാൽ സൃഷ്ടിതമായിരിക്കുന്ന സമസ്ത ചരാചരങ്ങളും തേടുന്നത് സുഖമാണ്. എല്ലാവരും തിരയും എന്ന് പറയുന്നുണ്ട് ഗുരു അവിടെ. അപ്പോൾ അറിഞ്ഞവരെയും വേദാന്തം പഠിച്ചവരെയും വേദാന്തം പഠിക്കാത്തവരെയും പിന്നെ ആത്മാവിനെ അറിഞ്ഞവരെയും ആത്മാവിനെ അറിയാത്തവരെയും എല്ലാവരെ ഒരേ കണ്ണുകൊണ്ട് ഗുരു പറയുക. നോക്കിയിട്ട് പറയും, എല്ലാവരും തിരയുന്നത് ഇത് തന്നെയാണല്ലോ അമ്മേ, നിന്നെ തന്നെയാണല്ലോ എല്ലാവരും തിരയുന്നത് സുഖസ്വരൂപമായിട്ട്. ഇപ്പോൾ അറിഞ്ഞു തിരഞ്ഞാൽ ലക്ഷ്യത്തിലെത്താം, അറിയാതെ തിരഞ്ഞാൽ വീണ്ടും വീണ്ടും സുഖം തേടി ജന്മാന്തരങ്ങൾ അലയേണ്ടി വരും. മനസ്സിലായി എന്ന് തോന്നുന്നു. അപ്പം നമ്മളെല്ലാവരും ഇപ്പം ഇങ്ങനെ സത്സംഗത്തിൽ വന്നിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ സുഖം തേടിയിട്ടായിരിക്കണത്. ഇത്രയും ദാർശനികമായൊരു കൃതി പഠിക്കാൻ ഇത്രയും പേരിവിടെ എത്തണമെന്നുണ്ടെങ്കിൽ ആ സുഖത്തിൻ്റെ ആ ഒരു അംശം നുണഞ്ഞിട്ടാണ്. അപ്പോൾ അതിൻ്റെ മുഴുവൻ സുഖം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ അടുത്ത വ്യാഖ്യാനങ്ങളിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞത്, അറിയാതെയാണെങ്കിലും എല്ലാവരും തേടുന്നത് ആത്മസുഖം തന്നെയാണ്. പക്ഷെ ആത്മസുഖമാണ് നമ്മൾ തേടുന്നതെന്ന് അറിയാതെ വസ്തുവിൻ്റെ സുഖമാണെന്ന് കരുതിയാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. എൻ്റെ ടി വി എനിക്ക് സുഖം തരുന്നത്, ഞാൻ കിടക്കുന്ന കട്ടിലാണ് എന്നെ സുഖമായിട്ട് കിടത്തിയത്, ആ സുഖം എൻ്റെ കട്ടിലാണ് തന്നത് അല്ലേ. ഞാൻ കളിച്ച ഗെയിമാണ് എന്നെ സുഖിപ്പിച്ചത്, അല്ലെ എൻ്റെ ഭാര്യയാണ്, എൻ്റെ മക്കളാണ്. ഇങ്ങനെയൊക്കെ ബാഹ്യമായ ഉപാധികളാണ് സുഖം തരുന്നത് എന്ന് കരുതി, ബാഹ്യവസ്തു നിഷ്ഠമാണ് സുഖമെന്ന് കരുതി നമ്മൾ ജീവിക്കുന്നു. പക്ഷേ ഏതൊരു സുഖമുണ്ടെങ്കിലും അത് ഏത് ഉപാധിയിലൂടെ നമ്മൾ നേടുന്ന സുഖമാണെങ്കിലും ആ സുഖം ഏകമാണ്, അത് ആത്മനിഷ്ഠമാണ്, അത് വസ്തുനിഷ്ഠമല്ല. ഒരു വസ്തുവിലും അല്ല സുഖമായിരിക്കണം. നമ്മൾ നേരത്തെ പറയാറുണ്ട്, മദ്യപിക്കുന്ന ആളുകൾ മദ്യക്കുപ്പിയിൽ നിറച്ചു വെച്ചിരിക്കുന്ന സാധനത്തിന് എന്തൊക്കെ വസ്തുക്കളായിരിക്കും അതിനകത്ത് ചേർത്തിരിക്കുക, നമ്മുടെ ആരോഗ്യത്തെ കളയാനുള്ള. പക്ഷെ അതിനകത്ത് എവിടെയെങ്കിലും സുഖം ആരെങ്കിലും കൂട്ടിച്ചേർത്ത് വെച്ചിട്ടുണ്ടോ? മയക്കുമരുന്ന് ഉപയോഗിക്കണതിൽ ആരെങ്കിലും സുഖം ചേർത്ത് വെച്ചിട്ടുണ്ടോ? കുറച്ച് രാസവസ്തുക്കൾ നമ്മുടെ അവയവങ്ങളെ ഇഞ്ചിഞ്ചായി കൊല്ലുന്ന കുറേ വസ്തുക്കളെ അടുക്കി വെച്ചപ്പോൾ സുഖം ആരെങ്കിലും മിക്സ് ചെയ്തോ? എവിടെ സുഖം വന്നേ? നമ്മുടെ മനസ്സിനെ അത് കെടുത്തിക്കളഞ്ഞപ്പോൾ, ഒന്നുമേ ഇല്ലാതിരുന്ന ആ ഒരു അവസ്ഥയിൽ നമ്മളിൽ ആ സുഖമായി വന്നത് എല്ലാത്തിനെയും കെടുത്തി നമ്മളെ എന്താ പറയുക, വികലാംഗരാക്കി പറയില്ല, ബുദ്ധേർ വൈകല്യജനകം, ബുദ്ധിയെ വികലപ്പെടുത്തിയിട്ടാണ് പെടുത്തി നിശ്ചലമായപ്പോഴാണ് നമ്മൾ ആത്മസുഖം അനുഭവിച്ചത്. പക്ഷെ അധികം കാലമൊന്നും നീണ്ടു നിൽക്കില്ല. പിന്നെ നമ്മൾ എന്തു പറ്റും? ഈ ശരീരം തന്നെ പെട്ടെന്ന് ഇല്ലാണ്ടാവും, സമൂഹത്തിൽ നിന്ന് നമ്മൾ ഒറ്റപ്പെടും. വല്ലാതൊരു ഉന്മാദാവസ്ഥയിൽ മനുഷ്യൻ അല്ലാത്ത പിന്നെ കുറ്റങ്ങളും തെറ്റുകളും എല്ലാം ചെയ്ത് അധികം താമസിയാതെ തന്നെ പോയി ജയിലറയിൽ കിടക്കേണ്ടിയും വരും. ഈ സുഖം അനുഭവിച്ചത് അവനവൻ്റെ ഉള്ളിലെ ആത്മസുഖമാണെന്ന് അറിഞ്ഞാൽ ഈ സുഖവസ്തുക്കൾ തേടിയുള്ള മനുഷ്യൻ്റെ യാത്രയ്ക്കൊരു ഒരു തടയിടാൻ സാധിക്കും. അതുകൊണ്ടാണ് ഗുരു ഈ ഒരു സൂത്രം ഇങ്ങനെ വെച്ചത്. സുഖം തേടി അലയുന്ന മനുഷ്യരോട് പറയുകയാണ്, സുഖം ഇരിക്കുന്നത് കുപ്പിയിൽ നിറച്ച ദ്രാവകത്തിലോ പിന്നെ മദ്യത്തിലോ മാംസത്തിലോ മത്സ്യത്തിലോ അല്ലെങ്കിൽ നമ്മൾ പോകുന്ന യാത്രകളിൽ ഒന്നിനുമല്ല. ഏത് സുഖം നമ്മൾ അനുഭവിച്ചാലും അത് നമ്മുടെ ഉള്ളിലാണ് ആ സുഖം പ്രതീതമാകുന്നത്. ആത്മനിഷ്ഠമാണ്, വസ്തുനിഷ്ഠമല്ല എന്നറിയുമ്പോൾ ആ ആത്മാവിൻ്റെ സുഖം നമ്മൾ ഈ പ്രപഞ്ചത്തിൽ അനുഭവിക്കുന്ന സുഖത്തിൻ്റെ എത്രയോ 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 ഇരട്ടിയാണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പം നമ്മളൊരു കുഞ്ഞു പൊടി സുഖത്തെയാണ് വലിയ സുഖമെന്ന് കരുതി പിടിച്ചേക്കണത്. അപ്പം ഇവിടെ പറയണ തൈത്തിരീയോപനിഷത്തിലെ ബ്രഹ്മാനന്ദവല്ലിയിലെ 8-ാം അനുഭാഗത്തിൽ, തൈത്തിരീയോപനിഷത്ത് ബ്രഹ്മാനന്ദവല്ലി 8-ാം അനുഭാഗത്തിൽ
മനുഷ്യന്റെ ആനന്ദം മുതൽ, മനുഷ്യൻ അനുഭവിക്കുന്ന ആനന്ദം മുതൽ 100 ഇരട്ടി. നിങ്ങൾ ആ ബ്രഹ്മാനന്ദ വല്ലി ഉണ്ടെങ്കിൽ അതൊന്നും എടുത്ത് വായിച്ച ആനന്ദത്തിന്റെ ഒരു കണക്ക് അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോ അത് പിന്നെ നോക്കാം കേട്ടോ. അത് സൂത്രം അന്ന് എടുത്തിട്ട് ആ സൂത്രത്തിന്റെ വാക്കുകൾ വെച്ചിട്ട് അതിന്റെ വ്യാഖ്യാനം നോക്കി നമുക്ക് പറഞ്ഞു തരാം. ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് അതൊന്ന് കോട്ട് ചെയ്തേ ഉള്ളൂ. ഉപനിഷത്തിലേക്ക് നമുക്ക് പിന്നെ പോവാം. അപ്പോൾ എന്താണ് മനുഷ്യന്റെ, നോക്കൂ, മനുഷ്യന്റെ ആനന്ദം മുതൽ 100 ഇരട്ടി ആനന്ദം ബ്രഹ്മാവ് വരെയുള്ള ജീവകോടികൾക്ക് കാണിച്ച് പറയുന്നുണ്ട്. ബ്രഹ്മാവിന്റെ ആനന്ദം മനുഷ്യന്റെ ആനന്ദത്തെക്കാൾ 100 കോടി ആനന്ദമാണെന്ന്. അങ്ങനെ ആ ആനന്ദത്തിന്റെ കാറ്റഗറി പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ ആ നിരതിശയമായ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എന്നർത്ഥം. നിരതിശയമായ എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അപാരമായ ആ ആനന്ദധാമമായ പരബ്രഹ്മമാണ്, അതിൻ്റെ ആനന്ദമാണ്. അതിൽ നിന്ന് നമ്മൾ അനുഭവിക്കുന്ന ആനന്ദമാണ് എല്ലാവിധ ആനന്ദങ്ങളെക്കാൾ മഹത്തരമായത് എന്നാണ് പറയുന്നത്. അതിൻ്റെ ആ മഹത്വത്തെ, ആ ശ്രേഷ്ഠതയെ എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഉപനിഷത്ത് ഭൗതിക ജീവിതത്തിലെ കൊച്ചു സുഖങ്ങൾ, മനുഷ്യന്റെ സുഖം അതിലൊക്കെ എത്രയോ തുച്ഛമാണ്. മനുഷ്യൻ ഏത് ഉപാധിയിലൂടെ സുഖിക്കുന്നു, ആ സുഖങ്ങളെല്ലാം ഒരു പൊടിയേ ഉള്ളൂ, ഒരു കണികയേ ഉള്ളൂ. അതിൻ്റെയൊക്കെ എത്രയോ കോടി ഇരട്ടിയാണ് മറ്റ് ആനന്ദങ്ങളെന്ന് അവിടെ വിശദമായി പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇവിടെ പറയുകയാണ്. ഒന്നുകൂടെ പറയാം. തൈത്തിരീയോപനിഷത്തിലെ ബ്രഹ്മാനന്ദവല്ലിയിലെ 8ാം അനുവാകത്തില് മനുഷ്യന്റെ ആനന്ദം മുതൽ 100 ഇരട്ടി ആനന്ദം ബ്രഹ്മാവ് വരെയുള്ള ജീവകോടികൾക്ക് കാണിച്ചുകൊണ്ട് ഗുരുക്കന്മാർ നമ്മൾക്ക് ആ നിരതിശയമായ ആനന്ദധാമത്തെ, ആ പരമസത്യത്തെ ഏറ്റവും വലിയ ആനന്ദമായി നമുക്ക് ബ്രഹ്മത്തെ കാട്ടിത്തരുന്നു. അതുകൊണ്ടാണ് ഇപ്പൊ ഇന്ന് ചൊല്ലിയ ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം. കേവലം ജ്ഞാനമൂർത്തിയും ആ പരമസുഖദമായ ബ്രഹ്മാനന്ദത്തിലിരിക്കുന്ന ഗുരു. ദ്വന്ദ്വാതീതം, രണ്ടില്ല, അദ്വൈത ചിന്തയിലിരിക്കുന്നു അല്ലെ. ഗഗന സദൃശം, എങ്ങും നിറഞ്ഞിരിക്കുന്നു, ആകാശം പോലെ. തത്വമസ്യാദി ലക്ഷ്യം, ആ ഈശ്വരനുമായി ഞെരുക്കെ കലർന്നുകൊണ്ടിരിക്കുന്ന അല്ലെ. ഏകം നിത്യം വിമലമജലം, ഏകവും നിത്യനും നിർമ്മലനും ചലനമില്ലാത്തവനുമായ അല്ലെ, ചലിക്കാത്തവനുമായ നിശ്ചല സത്യം. സർവധീ സാക്ഷിഭൂതം, എല്ലാത്തിനും സാക്ഷിയായിരിക്കുന്ന ജഗദീശ്വരൻ അല്ലെ. അങ്ങനെയുള്ള ഗുരുവിനെ, ആ സ്വരൂപത്തിലിരിക്കുന്ന ഗുരുവിനെ നമ്മൾ ഗുരു സ്തോത്രമായിട്ട് നമ്മൾ ചൊല്ലുന്നത് അതുകൊണ്ട്. അങ്ങനെയുള്ള ഗുരുവിന് നമസ്കാരം പറയുന്നു. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഏറ്റവും വലിയ ആനന്ദം സത്യസാക്ഷാത്കാരം നേടുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ആനന്ദമാണെന്ന് വെറുതെ വാക്കുകൊണ്ട് പറഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ആനന്ദം കിട്ടുന്നുണ്ടോ? ഇല്ല. വാക്കുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഇപ്പോൾ പായസം കുടിച്ചിട്ട് എത്ര മധുരം എന്ന് പറയണ പോലെ ഇരിക്കും അല്ലേ. പക്ഷേ ഈ ആനന്ദത്തെ അനുഭവിച്ച ഋഷീശ്വരന്മാരുടെ വാക്കുകളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ആനന്ദം തേടി മനുഷ്യൻ പോകുമ്പോൾ അവനവൻ്റെ ഉള്ളിലേക്കൊക്കെ ഒന്ന് തിരിയണമെന്നും അവിടെയാണ് ആനന്ദത്തിൻ്റെ സെൻട്രൽ പോയിന്റ് എന്നും പുറത്തല്ല എന്നും ഒരറിവെങ്കിലും നമുക്ക് വേണം. ഒരറിവ് നമുക്ക് വേണം. അതിനു വേണ്ടിയിട്ടാണ് ഗുരു ഈ ഒരു സൂത്രം പറയണത്. അപ്പോൾ ഭൗതിക ജീവിതത്തിൽ ഊളിയിട്ട് കഴിയുന്നവരാണ് നമ്മൾ അല്ലേ. അങ്ങനെ കഴിയുന്ന മനുഷ്യൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സ്ത്രീ പുരുഷൻ ഇണചേരുമ്പോൾ അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിലൂടെ കിട്ടുന്ന സുഖമാണ് മനുഷ്യ ജീവിതത്തിലെ പരമമായ സുഖമെന്നാണ് ഓരോ മനുഷ്യരും കരുതുന്നത്. മനുഷ്യ സുഖത്തിൻ്റെ പാരമ്യതയിൽ അതാണെന്നാണ് ഓരോ മനുഷ്യനും കരുതുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇരുട്ട് ഇന്ന് ലോകത്തെ വല്ലാതെ ബാധിച്ചിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ജന്മം നൽകിയ സ്വന്തം പിഞ്ചു കുഞ്ഞിൻ്റെ മുഖത്ത് പോലും നോക്കുമ്പോൾ പോലും വല്ലാത്ത രീതിയിൽ ഇരുട്ട് ബാധിച്ചിരിക്കുന്ന പ്രകൃതം. അപ്പോൾ ആരെയാണ്
ആ ഒരു ഒരു നീതിബോധമോ മൂല്യബോധമോ ഒന്നുമില്ലാതെ ഈ ലോകത്ത് കാട്ടാള തുല്യമായി ജീവിക്കുന്ന മനുഷ്യരെ കാണാം. മൃഗങ്ങളൊക്കെ അതിൽ എത്രയോ ഭേദമെന്ന് നമുക്ക് തോന്നും. കാരണം അവരവരുടെ പ്രകൃതി സഹജമായ ഇണചേരലുകളും പ്രകൃതി സഹജമായ ജീവിതം എല്ലാത്തിനും ഓരോന്നിനും ഓരോ കാലമുണ്ട്. അതിലൂടെയാണ് ആ ജീവികൾ പ്രകൃതിയോട് ഇണങ്ങി അവർ ജീവിക്കുന്നത്, പ്രകൃതി കൊടുക്കുന്ന ആ ഒരു ചലനത്തിനൊത്ത് ചലിക്കുന്നത്. പക്ഷെ മനുഷ്യൻ മാത്രം ഏറ്റവും ശ്രേഷ്ഠമായ ആനന്ദപരതയെ അനുഭവിക്കാൻ കഴിയുന്ന മനുഷ്യൻ മാത്രം ഇന്ന് എത്രയോ വികൃതമായിരിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ സത്യദർശികളായ മഹർഷിമാർ പറയണ ഒരു കാര്യമുണ്ട്. അതായത് ആത്മാനന്ദത്തിൻ്റെ അനിർവചനീയമായ സുഖം പറയാൻ, ആത്മാവിൽ നിന്ന് നമ്മൾ അനുഭവിക്കുന്ന ആ ബ്രഹ്മാനന്ദത്തിൻ്റെ അനിർവചനീയമായ സുഖം എന്തായിരിക്കുമെന്ന് ഊഹിച്ചറിയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ചെറുകണം മാത്രമാണ് നമ്മൾക്ക് ഈ പ്രപഞ്ചത്തിൽ കിട്ടുന്ന സുഖങ്ങളെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, മനസ്സിലായോ പറഞ്ഞത്? ആത്മാനന്ദത്തിൻ്റെ ശ്രേഷ്ഠതയെ ഊഹിച്ചെടുക്കാൻ വേണ്ടി, മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഭൗതികതയിലെ കൊച്ചു 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 സുഖങ്ങൾ നമുക്ക് തരണത്. ഈ സുഖം നമ്മളെ എത്തിച്ചേരേണ്ടത് ആ പരമമായ സുഖത്തിൻ്റെ ഓർമ്മപ്പെടുത്തലിനാണ് ജീവിതത്തിൽ കൊച്ചു കൊച്ചു സുഖങ്ങൾ നമുക്ക് തരുന്നത് എന്ന്. എന്തിനാ ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ, ഗുരുവിൻ്റെ പ്രഥമ ശിഷ്യനും സത്യസാക്ഷാത്കൃതനും അനുഗ്രഹീതനുമായ ശിവലിംഗദാസ സ്വാമികൾ രചിച്ച ഒരു കൃതിയുണ്ട്, സ്ത്രീമിത്ര ശതകം എന്ന കൃതി. സുഖത്തെക്കുറിച്ച് പറയുന്നത് സ്ത്രീമിത്ര ശതകം ശിവലിംഗദാസ സ്വാമികൾ രചിച്ചതാണ്. അതിനകത്ത് സ്വാമികൾ പറയുന്നുണ്ട്, സന്താനേച്ഛ കൈക്കൊണ്ട്, ഇത് ഞാൻ പലപ്പോഴും എന്നെ കേൾക്കുന്നവർ കേട്ടിട്ടുണ്ട്. കാരണം സത്യകഥനത്തിൽ ആവർത്തനം വേണം എന്നാണ് പറയണത്. സത്യം നമ്മൾ വാക്കുകൊണ്ട് പറയുമ്പോൾ പോലും അത് ആവർത്തിച്ച് പറയണം. ഒരു സൂത്രം നമ്മൾ പറഞ്ഞു, ആവർത്തനോ അസകൃത്. ആവർത്തനം ചെയ്യണം, വീണ്ടും വീണ്ടും പറയണം. കാരണം ഉപദേശക, ഇത് ഗുരുവിൻ്റെ ഉപദേശമാണ്. അതുകൊണ്ട് നമ്മളെ പോലെയുള്ള ആളുകൾ ഇത് ആവർത്തിച്ച് പഠിക്കണം. അപ്പോൾ പറയുകയാണ്, ശിവലിംഗദാസ സ്വാമികൾ പറയുകയാണ്, സ്ത്രീമിത്ര ശതകം എന്ന ഗ്രന്ഥത്തിലൂടെ പറയുകയാണ്, സന്താനേച്ഛ കൈക്കൊണ്ട് വിധിപോൽ കാന്തസംഗമം ചെയ്യുവിൻ നിങ്ങളിക്കർമ്മം ക്ഷണഭംഗുരം സൗഖ്യതം. അല്പാനന്ദം കൊണ്ട് ഒരു അല്പാനന്ദം കൊണ്ട് ഒരു അനൽപാനന്ദം തന്നെ ഓർമ്മ വന്നിടാൻ ഈശൻ ചെറിയൊരാനന്ദം തന്നതാണെന്നുരയ്ക്കണം. ചിലർ ഈ ചെറിയ ആനന്ദക്കുഴിയിൽ തന്നെ മുങ്ങിയും പൊങ്ങിയും താണും ആ സത്താം ബ്രഹ്മാനന്ദം മറപ്പുതേ. ശിഷ്യന് ഇത് പറയണം, ആലോചിച്ച് നോക്കണം. അപ്പൊ ഗുരു എന്തായിരിക്കും പറഞ്ഞിരിക്കുക? പറയാണ്, സന്താനേച്ഛ കൈക്കൊണ്ട്. എന്തിനാണ് സ്ത്രീ പുരുഷ സംഗമം എന്നാണെങ്കിൽ ഏറ്റവും ദിവ്യവും പുണ്യവുമായ അത് എന്തിനാ? ധർമ്മപ്രജാ സമ്പത്യർത്ഥം, ധർമ്മപ്രജകള് ജനിക്കുക. ഒരു ശ്രീനാരായണ ധർമ്മത്തിൽ പ്രത്യേകം ഓർത്തിട്ടെടുത്ത് പറയുന്നുണ്ട്, വിവാഹസ്തു വിനോദായ പരമൈഹിക ജീവനെ സുഖായേതം ഹിതം കശ്ചിത് കർമ്മേതി ന വിജാനീയാത്. വിവാഹം വിനോദത്തിനും സുഖത്തിനും വേണ്ടിയുള്ള ഒരു കാര്യമാണ് എന്ന് വളരെ ലളിതമായി അതിനെ വിചാരിച്ച് കളയരുത്. ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ആശ്രമമാണ് ഗൃഹസ്ഥാശ്രമം. അപ്പോൾ അത് ഒരു വിവാഹം ചെയ്യുന്നത് ഇങ്ങനെ തുച്ഛമായ ഒരു സുഖത്തിന് വേണ്ടി മാത്രമാണെന്ന് കരുതരുത്. അതാണ് വിവാഹസ്തു വിനോദായ പരമൈഹിക ജീവനെ. ഐഹിക ജീവിതത്തിൽ വെറും ഒരു വിനോദത്തിന് വേണ്ടിയും സുഖായേതം സുഖത്തിനും വേണ്ടിയുള്ള കശ്ചിത് കർമ്മേതി ഒരു കർമ്മമാണെന്ന് എന്ന വിചാരിയ മനസ്സിലാക്കരുത്, ചിന്തിക്കരുത്. ഇത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ധർമ്മപ്രജയ്ക്ക് ജന്മം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭാര്യയും ഭർത്താവും ശുഭമായ പുണ്യമായ നിമിഷത്തിൽ ഒത്തുചേരേണ്ടത്, അല്ലേ? അപ്പോൾ ഏറ്റവും പുണ്യവും പാവനവുമാണ് ഗൃഹസ്ഥാശ്രമം. ഒരു സന്യാസി ശ്രേഷ്ഠനേക്കാൾ ശ്രേഷ്ഠനാണ് ഒരു ഗൃഹസ്ഥാശ്രമി.
ഒരു യതിവര്യനാണ്. അങ്ങനെയാണ് ശ്രീനാരായണ ധർമ്മത്തിൽ ഗുരു പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ വിവാഹം കഴിച്ചു പോയി, എനിക്കൊരു കുട്ടിയുണ്ട്, ഭാര്യയുണ്ട്, അതുകൊണ്ട് എനിക്ക് ആത്മീയ ജ്ഞാനത്തിനൊന്നും അവകാശമില്ലെന്നല്ല ധരിക്കേണ്ടത്. നമ്മുടെ ഋഷീശ്വരന്മാരെല്ലാം പണ്ട് കാലത്ത് നമുക്ക് നോക്കിയാൽ ഓരോ ഋഷീശ്വരന്മാരും കുടുംബത്തിൽ ഗൃഹസ്ഥാശ്രമികളായിട്ട് അവരിരുന്നതല്ലേ. ഭാര്യയുണ്ട്, മക്കളുണ്ട്, പരമസത്യത്തെ അറിഞ്ഞ് പരമസത്യം ഉപദേശിച്ച വേദമന്ത്രങ്ങളൊക്കെ എഴുതിയ ഋഷീശ്വരന്മാർ എങ്ങനെ ഇരുന്നത് അല്ലേ. അപ്പോൾ ഏറ്റവും പാവനവും പുണ്യവുമായ ആശ്രമത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്, ഗൃഹസ്ഥാശ്രമത്തിൽ. ഗൃഹസ്ഥാശ്രമിയുടെ കാരുണ്യം കൊണ്ടാണ് മറ്റ് ആശ്രമത്തിലുള്ളവർ ജീവിക്കുന്നത് പോലും അല്ലേ. അപ്പോൾ ആ പാവനമായ ആശ്രമത്തെ വളരെ ശ്രേഷ്ഠമായി തന്നെ ആ ജീവിതം കൊണ്ടുപോകണം. അപ്പോൾ പറയാണ്, സന്താനേച്ഛ കൈക്കൊണ്ട് വിധിപോൽ കാന്തസംഗമം ചെയ്യുവിൻ. വിധിപോൽ നമ്മൾ പറഞ്ഞു, ഒരു കുഞ്ഞ് ജനിക്കണമെങ്കിൽ എങ്ങനെയാണ്, ഏതെല്ലാം തിഥികളിലാണ്, ഏതെല്ലാം ദിവസങ്ങളാണ് ഒഴിവാക്കേണ്ടതെന്നും ഏതെല്ലാം ദിവസങ്ങളാണ് അതിനായി ആ പുണ്യനിമിഷം. ശാരദാമ്മച്ചി ഒന്ന് ഓഡിയോ മ്യൂട്ട് ചെയ്തേ. അറിയാതെ ഓണായതാണോ? ക്ലാസ് ഡിസ്റ്റർബ് ആകണുണ്ട് കേട്ടോ. അപ്പോൾ നോക്കൂ, നമ്മൾ ഒരാൾ അറിയാതെ നിങ്ങൾ കൈതട്ടല്ലേ കേട്ടോ. നമ്മളിങ്ങനെ ഒരു ഒരു എന്തോ ഒരു ഇതിൽ നമ്മളിങ്ങനെ പോകുന്നത്, അത് ആ ഒരു നമ്മളുടെ എന്താ പറയുക, എനിക്കത് പറയാൻ അറിയില്ല. പിന്നെ നമ്മൾ പെട്ടെന്ന് ഇനി അതിലേക്ക് നമ്മൾ വരണം. നമ്മൾ പറഞ്ഞു വന്നത് കാന്തസംഗമം വിധിപോൽ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ എന്നിട്ട് പറയാണ്, നിങ്ങളീ കർമ്മം ക്ഷണഭങ്കുരം സൗഖ്യതം, അതിൽ നിന്ന് കിട്ടുന്ന സുഖം ക്ഷണഭങ്കുരവുമാണ്, സൗഖ്യതമാണ്, സുഖപ്രദമാണ്, പക്ഷെ അത് ക്ഷണഭങ്കുരമായ സുഖമാണ്. ഓർക്കണം, ഒരു സന്യാസിയായ ശിവലിംഗദാസ സ്വാമികളാണത് പറയുന്നത്. ഇത് പറയുന്നത് സൗഖ്യതമാണ്. കാരണം സന്യാസി വര്യന്മാർക്ക് ത്രികാലങ്ങളെയും അറിയുന്ന, ഈ പ്രപഞ്ചത്തിൻ്റെ രഹസ്യം അറിയുന്നവരാണ് അവർ ഈ ആനന്ദത്തെയൊക്കെ തുച്ഛമായ ആനന്ദമാക്കി തള്ളിക്കളഞ്ഞിട്ടാണ് സന്യാസം സ്വീകരിച്ചത്. ഒട്ടും വിലയില്ലാത്ത അല്പനേരം മാത്രമുള്ള ഈ ക്ഷണഭങ്കുരമായ ഭൗതിക സുഖങ്ങളെ വെടിഞ്ഞത് എന്തുകൊണ്ടാണ്? ഈ വലിയ ആനന്ദത്തെ അവർക്ക് അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് കൊച്ചു കൊച്ചു ആനന്ദക്കുഴിയിൽ വീഴാതിരുന്നത്. അതാണ് ഇവിടെ പറഞ്ഞു വന്നത്. അപ്പോൾ ക്ഷണഭങ്കുരം സൗഖ്യതമാണ്, പക്ഷെ അത് ടെമ്പററി, ക്ഷണഭങ്കുരം. എന്നിട്ട് പറയാണ്, എന്തിനാ ഇത് തന്നെ? ഇപ്പോൾ ആദ്യം പറഞ്ഞ വാക്കിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഇത്. അല്പാനന്ദം കൊണ്ട് ഒരനൽപ്പാനന്ദം തന്നോർമ്മ വന്നിടാൻ. അല്പമാനന്ദം നമുക്ക് തരണത് എന്തിനാന്ന് വെച്ചാൽ അനൽപമായ ആനന്ദേ, അല്പമല്ലാത്ത മഹത്തായ, അല്പത്തിന്റെ വിപരീത ഓപ്പോസിറ്റാണ് അനൽപം. അല്പം കുറച്ച്, അനൽപം അധികം. അല്പ ആനന്ദം തന്നത് അനൽപമായ ആനന്ദത്തിന്റെ ഓർമ്മ കിട്ടാനാന്ന്. എന്ത് വലിയ അറിവുകളാ ഇതൊക്കെ. നമുക്ക് നോക്കിക്കേ, അല്പമായ ആനന്ദം തന്നത് അനൽപമായ, അല്പമല്ലാത്ത, ചെറുതല്ലാത്ത ആ മഹത്തായ ശ്രേഷ്ഠമായ ആനന്ദത്തിൻ്റെ ഓർമ്മ വന്നിടാനാണ് ചെറിയ ചെറിയ ആനന്ദങ്ങൾ മനുഷ്യരെ നിങ്ങൾക്ക് തരണത്, അല്ലെങ്കിൽ ജീവികളെ നിങ്ങൾക്ക് തരണത്. പക്ഷെ എന്നിട്ടോ ചിലരിച്ചെറിയ ആനന്ദക്കുഴിയിൽ തന്നെ കരകയറണില്ല. ചിലർ ഈ ചെറിയ ആനന്ദക്കുഴികളിൽ അല്ലേ, ആഹാരം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഭൗതിക ജീവിതത്തിൽ നമ്മൾ സുഖാർത്ഥം തേടുന്ന എന്ത് ഉപാധിയാണോ ആ കൊച്ചു ആനന്ദക്കുഴിയിൽ ഇങ്ങനെ പൊങ്ങിയും അല്ലേ വീണും, പിന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് പിന്നെ അടുത്തതിൽ അങ്ങനെ ഒരു സ്ഥലം കണ്ടു വന്നേ ഉള്ളൂ, ക്ഷീണം മാറിയിട്ടില്ല, ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകണം. ഒരാഹാരം പാകം ചെയ്തൊക്കെ കഴിച്ചേ ഉള്ളൂ, ഇനി അടുത്ത ടേസ്റ്റിലേക്ക് പോകണം. ഒരു സിനിമ കണ്ടു, ഇനി അതിൻ്റെ അപ്പുറത്ത് അടുത്ത നല്ല സിനിമ ഓടുന്നുണ്ട് അല്ലേ. ഇങ്ങനെ നമ്മളിങ്ങനെ ആ ചെറിയ ചെറിയ ആനന്ദക്കുഴിയിൽ ഇങ്ങനെ മുങ്ങിയും പൊങ്ങിയും താണും. ശിവലിംഗദാസ് സ്വാമികളുടെ വാക്ക് നോക്കിക്കേ, ആ സത്താം ബ്രഹ്മാനന്ദം മറപ്പുതേ, ആ പരമമായ ആനന്ദത്തെ മറന്നു പോണു. ചെറിയ ആനന്ദക്കുഴികൾ നമ്മളെ ആ സത്തായ ബ്രഹ്മാനന്ദത്തെ മറപ്പിക്കുന്നു. സൂത്രം മറന്നു പോയത് സുഖേകത്വാത്, സുഖത്തിന് ഏകത്വമുണ്ട് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഈ ചെറിയ ആനന്ദക്കുഴിയിലേക്ക് മുങ്ങിയും പൊങ്ങിയൊക്കെ ഈ ശ്രേഷ്ഠമായ മനുഷ്യജന്മം പാഴാക്കി കളയാതെ നേടേണ്ട ആ ആത്മീയമായ വെളിച്ചത്തിലേക്ക്, ആ ആനന്ദത്തിലേക്ക് നമ്മളെ
ക്ഷണിക്കുകയാണ് ഗുരു. സുഖത്തിന് ഏകതയുള്ളൂ കേട്ടോ. അവിടെ ഇവിടെയൊക്കെ കിട്ടുന്ന സുഖങ്ങളെല്ലാം ആത്മാവ് സുഖത്തിൻ്റെ എല്ലാം അനുഭൂതമാകുന്നത് ആത്മാവിലാണ്. ആത്മാവിൻ്റെ സുഖമാണ് നീ അനുഭവിക്കുന്നത്. സുഖത്തിന് ഒരു സ്വരൂപമേ ഉള്ളൂ, അത് ആത്മാവിൻ്റെയാണ്. സച്ചിദാനന്ദം, അതിലെ ആനന്ദമാണ്. അത് ഒരു വസ്തുവിലും ആനന്ദം ഇരിപ്പില്ല. അതാണ് ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയാറില്ല, എപ്പോഴും എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നൊരു പ്രാർത്ഥനയാണ്. ഞാൻ ആരോട് പറഞ്ഞു കൊടുക്കുമ്പോഴും ഇത് പറയും. സുബ്രഹ്മണ്യ കീർത്തനത്തിൽ അല്ലെ, ഉൾത്തി മാറ്റാൻ ഉപായത്തുനിവ് ഇനിയമന, നിങ്ങളോട് തന്നെ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഇനിയമന കൺമണേ നീ തരാഞ്ഞാൽ, സുബ്രഹ്മണ്യ കീർത്തനത്തിലെ 13ാമത്തെ ശ്ലോകം അല്ലേ. ഉൾത്തീവ്രം പൊങ്ങിവിങ്ങും ദഹനശിഖയിൽ ഞാൻ വെന്തുപോട്ടെന്നുറച്ചോ. എന്താ എനിക്കിത് തരാത്തെ? ഞാൻ ഈ ഉൾത്തീ മാറ്റാനായിട്ടുള്ള ഉപായത്തുനിവ് നീ എനിക്ക് താ. അവിടെ എവിടെയൊക്കെ ഇങ്ങനെ ഓടി നടക്കുകയാണേ, പിച്ചും ഭ്രാന്തും പിടിച്ച് ഈ പിണി അറുതി വരാനായി. കിട്ടിയ ജീവിതം ഒന്ന് ജീവിച്ച് തീർക്കണ്ടേ, അതിനു വേണ്ടി ഇങ്ങനെ ഓടി നടന്ന് അല്ലേ. ഈ പേപ്പട്ടിക്കുണ്ടോ സുബോധം, പേ പിടിച്ച് അല്ലേ, ആ ഒരു തീയിലിങ്ങനെ ഓടി നടക്കുക, എല്ലാത്തിനും പിടിച്ച് കടിക്കും. അപ്പോൾ അറിഞ്ഞിട്ടല്ല, ആ പരവേശം മാറ്റാനാണ്. അങ്ങനെ ഈ പിണി അറുതി വരാനായി വിതറ്റുന്നൊരു പേപ്പട്ടിക്കുണ്ടോ സുബോധം, പിഴകളകിലവും നീ പൊറുത്താളുമല്ലോ. ഞാൻ ചെയ്യുന്ന പിഴകൾ നീ പൊറുക്കണേ ഭഗവാനെ. ഈ തീ ഒന്ന് അണയ്ക്കണേ. ഈ എരുതിയിൽ നിന്നുള്ള ആ വേദന, ആ പിടച്ചിൽ നീ ഒന്ന് അണച്ചതാ. എൻ്റെ ശരീരം, എൻ്റെ മനസ്സ്, എൻ്റെ ഭൗതികമായ ജീവിത വ്യഥകൾ, എൻ്റെ സാമൂഹിക ജീവിതം, എൻ്റെ ജോലി സ്ഥലത്തുനിന്ന് എനിക്കുള്ള വ്യഥകൾ, ഇങ്ങനെ 4 സ്ഥലത്തുനിന്നും ഈ 5 ഇന്ദ്രിയങ്ങളും നമ്മളെ വിഷമിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അറിവുകൾ, കേൾക്കണതും കാണണതും മണക്കണതും രുചിക്കണതും ചിന്തിക്കണതുമായ കാഴ്ചകളൊക്കെ നമ്മളെ ഇങ്ങനെ തപിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ എനിക്ക് ആനന്ദ സ്വരൂപമാക്കി നീ തരണം. എൻ്റെ സ്വരൂപത്തെ എനിക്ക് തെളിയിച്ചു തരണേ ഭഗവാനെ എന്നാണ് ഓരോ പ്രാർത്ഥനയിലും ഗുരു നമ്മളെ കൊണ്ടുപോയി എത്തിക്കുന്നത്. പക്ഷെ ഈ ആനന്ദം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, അനുഭവിയാതറിവിയില്ല. അഖണ്ഡമാം ചിദ്ഗനം ഇത് മൗനഘനാമൃതാബ്ദി എന്ന് ഗുരു പറഞ്ഞു. ആ ആനന്ദത്തെ അനുഭവിക്കണം, സ്വയമേവ അതിലേക്ക് സഞ്ചരിക്കണം. അതിന് നമുക്ക് സാധിക്കണം. അതിനുള്ളൊരു യാത്ര തുടരണം, ലക്ഷ്യം വയ്ക്കണം. അതാണ് എൻ്റെ ലക്ഷ്യമെന്ന്. അപ്പോൾ ശ്രീ ഗുരുവിനെ പോലെയുള്ള ഉഗ്രവ്രതന്മാരായ മുനീശ്വരന്മാര് എന്തുകൊണ്ടാണ് ഈ ഭൗതിക ജീവിതത്തിലെ എല്ലാ വിഷയങ്ങളെയും ത്യജിച്ചുകൊണ്ട് ഒരു പുല്ല് പോലെ തൃണവത്കരിച്ചുകൊണ്ട് കടന്നുപോയി? എന്തുകൊണ്ടാണ് കടന്നുപോയത് എന്നുള്ളതിനുള്ള മറുപടിയാണ് ഈ വരികൾ. നമ്മൾ ഓർക്കാറില്ലേ, ഈ മുനിമാർക്കൊക്കെ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെട്ട് കാട്ടി കിടക്കണേ, നദീതീരത്ത് കിടക്കണേ, ആഹാരം ഇല്ലാതെ അലയണത്? എന്തിനാണെന്ന് വെച്ചാൽ അവർ ഈ തുച്ഛമായ വിഷയാനന്ദത്തിൽ കുടുങ്ങിക്കിടക്കാതെ ഏറ്റവും ശ്രേഷ്ഠമായതിനെ നേടാനാണ് അത് വലിച്ചെറിഞ്ഞു പോയത്, തൃണവത്കരിച്ച് പോയത്. പക്ഷെ അവരുടെ ജീവിതം കൊണ്ട് ഈ ലോകത്തിനെ അവർ വെളിച്ചമുള്ളതാക്കി മാറ്റി. അപ്പോൾ മനുഷ്യജീവിതം കൊണ്ട് കിട്ടാവുന്ന ഏറ്റവും മഹത്തരവും നിർമ്മലവുമായ ആ ആനന്ദത്തിൽ കവിഞ്ഞതൊന്നും മഹാഋഷീശ്വരന്മാർ ആഗ്രഹിക്കില്ല. അവരുടെ ജീവിതത്തിൽ അവരെ കൊച്ചു കാര്യങ്ങളല്ല ആഗ്രഹിക്കുന്നത്. ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ആ ആനന്ദം അനുഭവിക്കുക എന്നതാണ് ധീരത്വമാർന്ന് അങ്ങനെയാണ് അവർ ആ ധീരതയോടെ അതിലേക്ക് സഞ്ചരിച്ചത്. അതുകൊണ്ടാണല്ലോ ഗുരു പറഞ്ഞത് സദാസതി പ്രതിപത്തിയേറ്റ് സത്തോമിതി അല്ലേ. ആ തെളിഞ്ഞു ധീരനായി. ആ ധീരത്വം നമുക്കില്ല. നമുക്ക് ഭീരത്വമുള്ളൂ, പേടിയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ പലതും നമ്മളെ പിടിച്ചിങ്ങോട്ട് വലിക്കും. അപ്പം നമുക്ക് നടന്ന് സത്യത്തിലേക്ക് നടന്നു നീങ്ങാനുള്ള ആ ഒരു ബലവും ശക്തിയും ധീരത്വവും നമുക്കില്ല. ഈ ആനന്ദത്തെക്കുറിച്ച് നമുക്ക് കേട്ടുകേൾവി പോലും ഇല്ല. നമ്മൾ ആനന്ദമായി പിടിച്ചു വച്ചിരിക്കണവനെ വെച്ചിട്ട് നമുക്ക് പോവാനും പറ്റണില്ല. അവിടെയൊക്കെയാണ് നമ്മുടെ പ്രശ്നം. അപ്പോൾ ഈ ആത്മാനന്ദം അനുഭവിച്ചിരുന്നു കൊണ്ടാണ് ഗുരുവിൻ്റെ കൃതികൾ അത്രയും വന്നത്. ആ ആത്മാനന്ദത്തിലാണ്
ഗുരുക്കന്മാർ ഇരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഗുരുവിനെ സമീപിക്കുന്നവർക്ക് പോലും ഹൃദയത്തിൽ ഒരു സന്തുഷ്ടിയും ശാന്തിയും ഒക്കെ കൈവരുന്നത്. കാരണം ഈ ആനന്ദത്തിൽ ഇരിക്കുന്നതുകൊണ്ട്, പ്രകൃതം ആനന്ദമാണ്, ദുഃഖമില്ല അവിടെ. അപ്പം അതുകൊണ്ട് തന്നെ ആ ഋഷീശ്വരൻ്റെ മുമ്പിൽ വരുന്നവരും അങ്ങനെ തന്നെ ആനന്ദമുള്ളവരായിട്ട് അങ്ങോട്ട് മാറുക. അതാണ് ശിവലിംഗദാസ സ്വാമികൾ പറഞ്ഞത്, ശിശിരീ കുർവതേ ശാന്തൈ കടാക്ഷേ ശിഷ്യ സഞ്ചയ എന്ന് പറഞ്ഞു. അങ്ങയുടെ ഒരു ശാന്തമായ ഒരു കടാക്ഷം കൊണ്ട് ശിഷ്യന്മാരെ തണുപ്പിക്കുന്നു എന്ന് പറഞ്ഞത് ഈ ആനന്ദമാണ്. ആ കണ്ണുകളിലൂടെ ആനന്ദമാണ് അവരിലേക്ക് തന്നെ പ്രവഹിക്കുന്നത്. അപ്പോഴാണ് അവിടെ ഇങ്ങനെ ഒരു തണുത്ത ഒരനുഭവം അവർക്കുണ്ടാവുന്നത്, ഒരു അന്തശീതളത ശിഷ്യന്മാർക്ക് അനുഭവപ്പെടുന്നത്. അതാണ് ടാഗോർ കണ്ടത്, അതാണ് ഗാന്ധിജി കണ്ടത്. ഒരു മാറ്റം സംജാതമായിരിക്കുന്നു ഗുരു അങ്ങയെ കണ്ടപ്പോൾ എന്ന് പറഞ്ഞ എന്തുകൊണ്ടാണ്? ഈ ആനന്ദത്തിൻ്റെ പ്രസ്ഫുരണം അവരിലേക്കും കിട്ടുന്നത് കൊണ്ടാണ്. അത്രയും ആ ഘനീഭവിച്ച ആനന്ദ സ്വരൂപമായിട്ടാണ്, മൗനം മുറ്റിയ ആനന്ദ സ്വരൂപമായിട്ടാണ് ഗുരു ഇരുന്നത്. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത് സുഖ ഏകത്വാത്, സുഖത്തിന് ഏകത്വമുണ്ട്. ഏതെല്ലാം സുഖങ്ങളാണെങ്കിലും അത് ആത്മസുഖം മാത്രമാണ് എന്ന് ഗുരു നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. സൂത്രമാണ് സുഖൈകത്വാത് എന്നുള്ളത്. അപ്പോൾ ഗുരു അനുഭവിച്ച ആ ഒരു ആനന്ദത്തെ സ്വാനുഭവഗീതി വായിച്ചാൽ നമുക്ക് ഏറെക്കുറെ ഇതിൻ്റെ ഒരു ഗുരുവിൻ്റെ അനുഭവത്തിൻ്റെ ഒരു വെളിച്ചം കൂടുതലായിട്ട് അതിലേക്ക് സ്ഫുരിക്കുന്നുണ്ട് സ്വാനുഭവഗീതിയിൽ. അതിൽ ഗുരു പറയുന്നുണ്ട്, ആനന്ദക്കടൽ പൊങ്ങിത്താനേ പായുന്നിതാ പരന്നൊരു പോൽ ജ്ഞാനം കൊണ്ടതിലേറി പാനം ചെയ്യുന്നു പരമഹംസജനം. അവിടെ ആനന്ദക്കടൽ പൊങ്ങി താനേ പായുന്നിതാ പരന്നൊരു പോൽ എന്നാണ് പറഞ്ഞത്. ഗുരു കണ്ടത് അങ്ങനെയാണ്. എല്ലാവരിലും ഗുരു ആനന്ദ സ്വരൂപരായിട്ടാണ് എല്ലാവരെയും ഗുരു കണ്ടതും. അപ്പോൾ പക്ഷേ ആ ആനന്ദക്കടലിലേക്ക് ഇറങ്ങണമെങ്കിൽ ജ്ഞാനം വേണം. ജ്ഞാനമുണ്ടെങ്കിൽ മാത്രമേ ആനന്ദം നമുക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ. ഏതാ ജ്ഞാനം? എന്ത് ജ്ഞാനാ വേണ്ടത്? സമസ്തവും ആത്മജ്ഞാനം എന്ന് പറയുമ്പോൾ നമുക്കത് എങ്ങനെ കിട്ടും? എനിക്ക് ആത്മാവുണ്ടെന്നൊക്കെ അറിയാം. ആ ജ്ഞാനമാണോ ആത്മജ്ഞാനം? അല്ല, അതല്ല. ആത്മജ്ഞാനം കിട്ടണമെങ്കിൽ അതിനോട് അനുബന്ധിച്ച് ഒരു വാസനാന്വിതമായ ഒരു മനസ്സുണ്ട്. ആ വാസനാന്വിതമായ മനസ്സിൽ എത്രയോ ജന്മങ്ങളിലെ ഇരുട്ട് ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. ആ ഇരുട്ടിനെ പെട്ടെന്നങ്ങ് പോകുമെന്ന് പറഞ്ഞാൽ പോവില്ല. അത് നാമജപങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ ഉപാസന കൊണ്ടും സത്യശ്രവണത്തിലൂടെയും ഒക്കെ സത്യം അറിഞ്ഞു കേട്ടും പറഞ്ഞും സത്യം ഉറപ്പിച്ചും ഒക്കെയാണ് പതുക്കെ ആ വാസനകളെ മെൽറ്റാക്കി കളയണം. അപ്പോൾ മാത്രമേ ആ പ്രകാശം തെളിയുള്ളൂ. അപ്പോൾ മാത്രമേ നമുക്ക് ആനന്ദം അനുഭവിക്കാനും സാധ്യമാവുള്ളൂ. പക്ഷെ ഇപ്പോൾ നമ്മൾ ആനന്ദം അനുഭവിക്കും, അത് ആത്മാനന്ദമാണെന്ന് അറിഞ്ഞുകൊണ്ടല്ല നമ്മൾ അനുഭവിക്കുന്നത്. അറിയാതെ ആണെങ്കിലും അനുഭവിക്കുന്നത് ആത്മാവിൻ്റെ സുഖം തന്നെയാണ്. പക്ഷെ അറിഞ്ഞു തിരയുമ്പോൾ ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളെല്ലാം അവസാനിച്ച് നമ്മൾ ഒരിക്കലും വിട്ടുപോകാത്ത ആ ആനന്ദ സ്വരൂപരായിട്ട് മാറും. അപ്പോൾ അങ്ങനെയാണല്ലോ ഋഷിമാർ, അവർ ആനന്ദത്തിലാണല്ലോ ഇരുന്നത്. അതാണല്ലോ അവർ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഗുരു പറയുന്നതാണ്, എങ്ങും ഒരു ആനന്ദ സമുദ്രം അല തല്ലുന്നതായി അനുഭവിക്കുകയാണ് ഗുരു. ഇത് വളരെ അനുഭവരസികതയോടെ ഗുരു പറയണത്. എന്നിട്ട് ഗുരു പറയാണ്, അതിൽ പരമഹംസൻ ജ്ഞാനം കൊണ്ട് അതിലേറി പാനം ചെയ്യുന്നു പരമഹംസജനം. പരമഹംസനാകണം എന്നാണ് ഗുരു പറയുന്നത്. അപ്പോൾ ജ്ഞാനം കൊണ്ട് പരമഹംസനായാൽ മാത്രമേ ആ ആനന്ദം അനുഭവിക്കാൻ നമുക്ക് പറ്റുകയുള്ളൂ. സത്യം കണ്ട സ്ഥിതപ്രജ്ഞനെയാണ് നമ്മൾ പരമഹംസൻ എന്ന് പറയുക. അങ്ങനെ അതായത് ഇവിടെ സന്യാസിമാരെ തന്നെ ഗുരു പല രീതിയിൽ നമുക്ക് ഭക്തി ദർശനത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. സന്യാസിമാരെ ഏതൊക്കെ തരത്തിലാണ് ആ ഒരു സാക്ഷാത്കാരത്തിലേക്ക് ഉയരുന്നതിൻ്റെ ഓരോ സ്റ്റേജ്, ഓരോ ഋഷിമാരുടെ എങ്ങനെയാണ് അവരുടെ അനുഭവ സ്ഥിതി എന്നൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. കോമൺ ആയിട്ട് പറയുമ്പോൾ സന്യാസിമാരെ 4 തരത്തിലുള്ള സന്യാസിമാരെ നമുക്ക് പറയാം. അതിൽ ഈ പരമഹംസം പറഞ്ഞപ്പോൾ ഒന്ന് അതിലേക്ക് പോകുന്നേ ഉള്ളൂ. ഒന്ന് കുടീജകൻ എന്ന് പറയും, പിന്നെ ബഹൂതകൻ എന്ന് പറയും, ഹംസൻ എന്ന് പറയും, പരമഹംസൻ എന്ന് പറയും. 4 തരത്തിലുള്ള സന്യാസിമാര് കുടീജകൻ,
ബഹൂദകൻ, ഹംസൻ, പരമഹംസൻ. കുടീചകൻ എന്ന് പറഞ്ഞാൽ ലൗകിക ജീവിതത്തെ എല്ലാം ഉപേക്ഷിച്ച് കാടും വീടും ഒക്കെ ഗുഹ അങ്ങനെ ഏകാന്തമായ സ്ഥലത്ത് തപസ് ചെയ്തും ഒക്കെ കഴിഞ്ഞുകൂടും. സ്ഥിരമായി എങ്ങും തങ്ങില്ല, ഏകാന്ത സഞ്ചാരമാണ്. ചിലപ്പോൾ കാട്ടിലായിരിക്കാം, ചിലപ്പോൾ ഗുഹയിലായിരിക്കാം. അങ്ങനെ സ്ഥിരമായി ഒരിടത്ത് നിൽക്കാതെ നടക്കുന്നൊരു പ്രകൃതമാണ് കുടീചകൻ. ഇനി ബഹൂദകൻ എന്ന് പറഞ്ഞാൽ ധാരാളം തീർത്ഥസ്ഥാനങ്ങളോട് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. ചരൈവേദി എന്ന് പറയില്ലേ, സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെ അവരെ സ്ഥിരമായി എങ്ങും താമസിക്കാതെ നിരന്തരമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു സന്യാസിമാരെയാണ്. ഇപ്പൊ ശങ്കര ഭഗവത്പാദരൊക്കെ അങ്ങനെയാണ്, സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു അല്ലെ, ഭാരതം മുഴുവൻ സഞ്ചരിച്ചു. അപ്പോൾ അങ്ങനെ പിന്നെ പറയും ഹംസൻ എന്ന് പറയും, പരമാനന്ദത്തിൽ ലയിച്ചിരിക്കുന്നവരാണ്. അതായത് അഹന്തയൊക്കെ വെടിഞ്ഞ് ഒരാനന്ദം ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഹംസൻ. അടുത്തതാണ് പരമഹംസൻ. ലൗകികമായ അല്ലെങ്കിൽ ആത്മീയമായ എല്ലാ ലൗകികമെന്നോ ആത്മീയമെന്നോ യാതൊരു ഭേദവുമില്ല. എല്ലാ ഭേദഭാവനകൾക്കപ്പുറം ആത്മാനന്ദ അനുഭൂതിയിൽ ലയിച്ചിരിക്കുന്നവൻ. എത്രയോ വരികളുണ്ട് ഗുരുവിൻ്റെ ആ ആത്മാനന്ദ അനുഭവത്തിൽ ലയിച്ചിരുന്ന അവസ്ഥയിൽ ഗുരു എഴുതിയത്. ഇപ്പോൾ ആനന്ദക്കടൽ അതല്ലേ, അങ്ങനെ എഴുതിയതല്ലേ. അപ്പൊ ഗുരു അതുകൊണ്ടാണ് പരമഹംസൻ തന്നെയാണ് ഗുരു. പരമഹംസനായ ഗുരു തന്നെയാണ് നമുക്ക് പരമഹംസൻ ജ്ഞാനം കൊണ്ട് അതിലേറി പാനം ചെയ്യുന്നു എന്ന് പറഞ്ഞത്. അപ്പൊ ശ്രീരാമകൃഷ്ണദേവനൊക്കെ അങ്ങനെ അലഞ്ഞു കിടക്കുന്ന ആളല്ല, ഈ പരമഹംസനായിട്ട് ഇങ്ങനെ ഇരിക്കുന്നവരാണ് അല്ലേ, ഈ രമണ മഹർഷിയെ പോലെയുള്ളവരൊക്കെ. അപ്പോൾ ഇവിടെ ശ്രീനാരായണ ഗുരുദേവൻ പരമഹംസനായ, ഇവിടെ കുമാരനാശന്റെ വാക്കുണ്ടല്ലോ, പരമഹംസനീ വണ്ണം വരുവന്നു ലൗകികൻ പോൽ പരമഭാഗ്യമിതെന്നേ പറയേണ്ടു. പരമഹംസൻ ഇതാ ഒരു ലൗകികനെ പോലെ ഭൗതിക ജീവിതത്തിൽ ആളുകൾക്ക് എന്താ പറയുക, ഈ ലോകത്ത് അശരണരായ മനുഷ്യർക്ക് ശാന്തവും സ്വസ്ഥവുമായ ഒരു ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി വിദ്യാലയങ്ങൾ കെട്ടാനും ആശ്രമങ്ങൾ ഉണ്ടാക്കാനും മഠങ്ങൾ സ്ഥാപിക്കാനും ഒക്കെ ആയിട്ട് ഇങ്ങനെ ആ പരമഹംസൻ ലൗകികനെ പോലെ ഓടി നടക്കുന്നു. പരമഭാഗ്യം ഇതെന്നേ പറയേണ്ടു അല്ലേ. അപ്പോൾ ആ പരമഹംസന്റെ വാക്കുകളാണ് ആനന്ദക്കടൽ പൊങ്ങിത്താനേ പായുന്നിതാ പരന്നൊരു പോൽ ജ്ഞാനം കൊണ്ടതിലേറി പാനം ചെയ്യുന്നു പരമഹംസജനം എന്ന് പറയുന്നതൊക്കെ ഈ സുഖൈകത്വാത് എന്ന ആ സുഖത്തിൻ്റെ ഏകതയിൽ രമിച്ചിരുന്നു കൊണ്ട്, അത് അനുഭവിച്ചിരുന്നു കൊണ്ടാണ് ഗുരു ഇതൊക്കെ എഴുതിയത്. ഈ ലോകത്ത് ആരോട് ഗുരുവിൻ്റെ മുൻപിൽ വന്ന് ആരോട് ഭഗവാൻ സംസാരിക്കുമ്പോഴും ഒക്കെ ആ ഭാവം ആനന്ദമാണ്. അതുകൊണ്ടാണ് ഇത് കണ്ട് അനുഭവിച്ചറിഞ്ഞ ആശാനാണ് എഴുതിയത്. വാദങ്ങൾ ചെവിക്കൊണ്ടു മതപ്പോരുകൾ കണ്ടും മോദസ്ഥിരനായങ്ങു വസിപ്പൂ മല പോലെ. മല പോലെ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു അനുഭവങ്ങൾക്കും ആ ചൈതന്യത്തിനെ ഇളക്കാൻ പറ്റില്ല, അത്രയും സത്യത്തിൽ ഉറപ്പാണ്, അനുഭവമാണ്. അപ്പൊ നോക്കൂ, അപ്പോൾ അതുകൊണ്ടാണ് ആശാൻ അങ്ങനെ പറഞ്ഞത്, വസിപ്പു മല പോലെ എന്ന് പറഞ്ഞു. വേദാഗമസാരങ്ങൾ അറിഞ്ഞൊരുവൻ താൻ ഭേദാദികൾ കൈവിട്ടു ജയിപ്പൂ ഗുരുമൂർത്തേ. അപ്പോൾ അതിങ്ങനെ പറഞ്ഞത് അവരുടെ വാക്കുകൾക്ക് അപ്പുറം നമുക്കിനി എന്താ തെളിവ്, ഗുരു ആരാണെന്നുള്ളതിന് നമ്മൾ വേറെ ഏത് ഗ്രന്ഥമാണ് നമുക്ക് പോയി നോക്കേണ്ടത്? ഗുരുവിൻ്റെ കൃതികൾ മുഴുവനും ആ പരമാനന്ദ സ്വരൂപനായ ആ ഗുരുവിൻ്റെ അനുഭവമാണ്. ഗുരുവിനെ കണ്ടറിഞ്ഞ സന്യസ്ത ശിഷ്യന്മാർ ഈ അനുഭവത്തെ നേരിട്ട് അനുഭവിച്ചവരുമാണ്. അപ്പം അതുകൊണ്ടാണ് ഇടയ്ക്ക് നമ്മളറിയാതെ അവരുടെ വാക്കുകളിലേക്ക് ഇങ്ങനെ കടന്നു പോകുന്നത്. അപ്പോൾ എല്ലാവരും തിരയുന്നത് സുഖം തന്നെയാണെന്നും ആ സുഖം ഏകമാണെന്നും ഭൗതികമായ ഏതൊരു ഉപാധിയിലൂടെ നമ്മൾ സുഖം തേടുന്നോ ആ സുഖമല്ല ആത്മാവിൻ്റെ സുഖമാണെന്ന് അറിയണം. അപ്പം സുഖം എന്ന് കേട്ടാൽ അത് ആത്മാവിൻ്റെയാണ്. ദൈവമേന്ന് തുടങ്ങി സുഖത്തിലാണ് ദൈവദശക അവസാനിക്കുന്നത്. എവിടെ കിട്ടും സുഖം എന്ന് ഓർത്ത് ഇനി തേടി പോകണ്ട. കാശൊക്കെ മുടക്കി എത്ര ദൂരെ പോയാലും തൊട്ടടുത്തിരിക്കുന്ന സുഖത്തെയാണ് അവിടെ പോയാലും അനുഭവിക്കണമെന്ന് അറിയണ്ടേ. പൊട്ടന്മാരാവരുത് നമ്മൾ. ഒന്ന് ആലോചിച്ച് നോക്കിയേ.
എത്ര എത്ര എത്രയൊക്കെ ദൂരം നമ്മൾ സഞ്ചരിച്ചാലും, എത്രയൊക്കെ വസ്തുക്കൾ വില കൊടുത്ത് വാങ്ങിയാലും ഒരു വിലയും കൊടുക്കാതെ തന്നിൽ നിന്ന് തന്നെ അനുഭവിക്കാവുന്ന ആ സുഖത്തിനെ നമ്മൾ അറിയുന്നില്ല. എന്നിട്ട് കാശ് കൊടുത്ത് വാങ്ങുന്നു സുഖം എന്ന് നമ്മൾ തന്നെ അഭിമാനിക്കും. ഇതൊക്കെയാണ് മനുഷ്യൻ്റെ അജ്ഞത. മനുഷ്യൻ്റെ അജ്ഞത അതാണ്. അപ്പോൾ ഗുരു പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു കുഞ്ഞ് അണു പോലും ആ ആനന്ദത്തിന് വെളിയിലല്ല എന്ന് ഗുരു പറയുന്ന ഒരു ശ്ലോകമുണ്ട്. ഏതാണെന്നറിയോ? ഓങ്കാരം കൊണ്ടെഴുപ്പി. ഞാനിപ്പോൾ ഇത് പറയണത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഓരോരോ കൃതികളിലൂടെ പോകുന്നതെന്ന് വെച്ചാൽ, ഈ സുഖത്തെ നമുക്ക് അനുഭവിക്കാത്തത് കൊണ്ട് അനുഭവിച്ച ഗുരുവിൻ്റെ വാക്കെടുത്ത് വെച്ചിട്ട് ഇത് വ്യാഖ്യാനിക്കാൻ പറ്റുള്ളൂ. കാരണം ആ അനുഭവം നമ്മളെ ഈ അനുഭവത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടല്ലേ ഗുരു നമുക്കത് തന്നേക്കണത്. ഓങ്കാരം കൊണ്ടെഴുപ്പി പെരുവെളി നടുവിൽ പള്ളി കൊണ്ടുള്ളിലുണ്ടാം ചങ്കാരം കേട്ടുണർന്നിടുക ചടിതി മതിത്താമരത്തെൻ കുടിപ്പാൻ പങ്കാരും പറ്റുവാനില്ല. ഇരവു പകലിരുന്ന് ഇച്ചയും തേനുറിഞ്ചും ചങ്കാരം പോലുമില്ലെങ്കിൽ ഇതിനെ ഇനിമയോടാസ്വദിച്ചിടുവാൻ വാ. ആ സുഖത്തെ അല്ലേ പറയണത്? ആ സുഖത്തെ അല്ലേ പറയണത്? ഓങ്കാരം കൊണ്ടെഴുപ്പി, ഓങ്കാര ജപത്തിൽ നിന്ന്, ഓങ്കാരത്തിൽ നിന്ന് ഉണർന്ന, ആ പ്രണവം ഉണർന്ന, അല്ലേ, ഓങ്കാരം കൊണ്ടുണർത്തി, അല്ലേ, കൊണ്ടെഴുപ്പി പെരുവെളി നടുവിൽ, ആ ഹൃദയാകാശത്തിൽ ആത്മപ്രകാശം നിറയുകയാണ് ഓങ്കാര ധ്വനി കൊണ്ട്. എന്നിട്ട് ആ പ്രണവോപാസന കൊണ്ട് ഉണർന്ന് ആ ഹൃദയാകാശത്തിൽ സ്ഥിതി ചെയ്ത്, അപ്പോൾ ആ ഹൃദയത്തിൽ നിന്ന് എന്ത് കേൾക്കുന്ന പറയാ? ചങ്കാരം കേൾക്കും. ആത്മപ്രകാശം തെളിയുമ്പോൾ ഒരു യോഗിക്ക് ഉള്ളിൽ നിന്ന് നാദങ്ങൾ കേൾക്കും. ആ നാദമൊക്കെ കേട്ട ഗുരുവാണ് ആ നാദമൊക്കെ ഇങ്ങനെ എന്താ പറയുക, ബാഹുലേയാഷ്ടകത്തിലൊക്കെ ആയിട്ട് ആ ഓരോ നാദങ്ങളൊക്കെ ഇങ്ങനെ കൊളുത്തി കൊളുത്തി വെച്ച് തന്നിട്ടില്ലേ? ഓരോരോ അധിഷ്ഠാനങ്ങളുടെ ആ ശബ്ദം, അല്ലേ, അത് ആ നാദത്തെ അനുഭവിച്ച നാദമാണ് ആ കുറിച്ച് ഗുരു വെച്ചിരിക്കുന്നത്. അവിടെയൊക്കെ എത്രയോ ആഴത്തിൽ പഠിക്കാനുണ്ടാവും. ഒരു അക്ഷരം, ഒരു വന്നോ രന്നോ ഹംന്നോ എന്നൊക്കെ എടുക്കുമ്പോൾ ആ അക്ഷരങ്ങളൊക്കെ എത്രയോ ആഴത്തിൽ നമ്മൾ പഠിക്കാനുണ്ട്. എന്നാലോചിച്ച് നോക്കൂ. അപ്പോൾ ആ പ്രണവോപാസനയിൽ ആത്മചൈതന്യം ഹൃദയത്തിൽ നിറയുമ്പോൾ ഒരു യോഗിക്ക് അനുഭവപ്പെടുന്ന നാദം, പല വിധത്തിലുള്ള നാദങ്ങൾ, അതാണ് സുരേശ്വരാചാര്യർ പറഞ്ഞ പോലെ പ്രാണേ സുഷുമ്ന സംപ്രാപ്തേ. പ്രാണൻ സുഷുമ്ന നാഡിയിലേക്ക് എത്തുമ്പോൾ പ്രാണേ സുഷുമ്ന സംപ്രാപ്തേ, നമുക്ക് എന്താ പറയുക, ഖണ്ഡാ ദുന്ദുബി ശങ്കാബ്ദി വീണ വേണ്വാദി നാദവത് നാദോ അന്ത ശ്രൂയതേ അഷ്ടതാം. ഇതൊക്കെ അനുഭവിച്ചവരായി പറയണതേ. പ്രാണസുഷുമ്നയിൽ എത്തിയപ്പോൾ 8 വിധത്തിലെ നാദങ്ങൾ കേൾക്കാം. ഒരു ഋഷിക്ക് 8 തരത്തിലുള്ള നാദങ്ങൾ കേൾക്കാം. അത് ഒന്ന് ഖണ്ഡ, മണിയടി ശബ്ദം പോലെ. അനാഹത ശബ്ദം എന്ന് പറയും ഇതിന്. അനാഹതം എന്ന് പറഞ്ഞാൽ ആഹതം. നമുക്കിവിടെ ഒരു ശബ്ദം ഉണ്ടാക്കണ ഒരു ബെല്ലാണ്. ആ ബെല്ലിലേക്ക് ഇങ്ങനെ മുട്ടിയാൽ മാത്രമേ ശബ്ദം കേൾക്കുള്ളൂ. ഒരു പാത്രത്തിൽ അടിച്ചാലേ ശബ്ദം കേൾക്കുള്ളൂ. വാതിൽ അടച്ചാലേ ശബ്ദം കേൾക്കുള്ളൂ. പക്ഷേ ഇത് മറ്റൊന്നിൻ്റെയും സഹായമില്ലാതെ സ്വയം കേൾക്കുന്ന ശബ്ദമാണ് അനാഹത ധ്വനി എന്ന് പറയുക. സ്വയം ഉയരുന്ന ശബ്ദം, മറ്റൊന്നും ഉണ്ടാക്കുന്ന ശബ്ദമല്ല. ആ അനാഹത ധ്വനി ഒന്ന് ഖണ്ഡ, മണിയടി ശബ്ദം ഋഷിമാർ അനുഭവിക്കും. നമുക്കിത് പറയാനേ പറ്റുള്ളൂ. ദുന്ദുബി, പെരുമ്പര ശബ്ദം. ശംഖിന്റെ ശബ്ദം. അബ്ദി, കടലരമ്പുന്ന ശബ്ദം. വീണയുടെ ശബ്ദം, ഓടക്കുഴലിന്റെ ശബ്ദം. വീണാ വേണുവാദി താളവത്. ഇങ്ങനെ ഈ ശബ്ദങ്ങളൊക്കെ ഋഷിമാർക്ക് ഇങ്ങനെ ഈ ആത്മപ്രകാശം നിറയുമ്പോൾ ഇങ്ങനെ അനുഭവിച്ച ആ ശബ്ദമാധുരിയിലും ആ ലയത്തിലിരുന്നു കൊണ്ടാണ് ഗുരു ഇത് രചിക്കുന്നതേ. ആലോചിച്ച് നോക്കിക്കേ. ആ വരികളൊക്കെ നമ്മൾ പഠിക്കുകയും നമ്മൾ നിരന്തരം ചൊല്ലുകയും നമ്മൾ ഉപാസിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ആ ചൈതന്യം നമ്മളിലേക്കും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മളും പതുക്കെ പതുക്കെ ആ നാദത്തിൽ അമരാൻ ഗുരു നമ്മളെ അനുഗ്രഹിക്കും. അതുകൊണ്ടാണ് നാമജപങ്ങൾ വേണമെന്ന് പറയണത്. നാമജപം ചൊല്ലാൻ പറഞ്ഞാലൊക്കെ ഇപ്പം നമുക്ക് മടിയാണ്. നമ്മൾ ഒരു മൈക്ക് ഓണാക്കി ഗ്രൂപ്പിലൊക്കെ ചൊല്ലുമ്പോൾ നമ്മൾ പിന്നെയും ചൊല്ലും. അല്ലാതെ ഇരിക്കുമ്പോൾ നമുക്ക് മടി വരും. അതുകൊണ്ടാണ് നമ്മുടെ ടീച്ചർ നമ്മളെ വിളിച്ചിട്ട് ഒന്ന് ചൊല്ലിയിടൂ എന്ന് വിളിക്കുന്നത്, അല്ലേ? ഓരോ വിളിയും ഓരോ ഗുരുവിൻ്റെ വിളിയാണ്.
ഗുരു നമുക്ക് തന്നതല്ലേ. അത് ചൊല്ലാനൊരു പ്ലാറ്റ്ഫോം ഉണ്ട്, അത് ചൊല്ലിക്കാൻ ഒരാളുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ അത് ഒരു നാമമെങ്കിലും ഒരു ദിവസം അതിലേക്ക് നമ്മളൊന്ന് ചൊല്ലുക. അപ്പോൾ എല്ലാവരും അറിയില്ലാത്തവർക്കൊക്കെ അതൊന്ന് കേൾക്കുകയൊക്കെ ചെയ്യാം. അതിന് സ്ത്രീയെന്നോ പുരുഷനെന്നോ ഭേദമൊന്നുമില്ല. അപ്പോൾ നമ്മളെ ഗുരു എപ്പോഴും പറയുന്നതാണ്, നമ്മളുടെ ഈ ജീവൻ പോകുന്ന സമയത്ത് നമ്മൾ ഈ ലോകത്ത് എന്തെല്ലാം നേടി വെച്ചിട്ടുണ്ടോ അതൊന്നുമല്ല നമ്മളെ രക്ഷിക്കുന്നത്, നമ്മൾ ചൊല്ലിയ നാമജപങ്ങളാണെന്ന് ഗുരു നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ബുദ്ധിക്ക് തെളിച്ചു ഉള്ളപ്പോൾ ആരോഗ്യത്തോടു കൂടി ഇരിക്കുമ്പോൾ ഒരു നാമമെങ്കിലും എനിക്ക് എൻ്റെ നാവിലേക്കൊന്ന് തെളിയിച്ചു തരണേ എന്ന് പ്രാർത്ഥിക്കാനും ഗുരു നമുക്ക് ഇന്ദ്രിയ വൈരാഗ്യത്തിലൂടെ നമുക്ക് പറഞ്ഞു തന്നു. കാരണം കലിയുഗത്തിൽ പറയാറുണ്ടല്ലോ, നമ്മൾ ഇപ്പോൾ രാമായണം പോലെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ പറയുമ്പോൾ അതിനകത്ത് പറയണതാണ്, കലിയുഗത്തിൽ ഈശ്വരൻ വസിക്കുന്നത് വൈകുണ്ഠത്തിലോ കൈലാസത്തിലോ ഒന്നുമല്ല, ഭക്തരുടെ മനസ്സുകളിലാണ്. ഉണ്ടോ? അപ്പോൾ ഈ മനസ്സുകളിൽ വസിക്കുന്ന ഭഗവാനെ നാമജപം കൊണ്ട് ഉണർത്താൻ സാധിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. കലവും നാമസങ്കീർത്തനം എന്ന് പറയുന്നത് ഈശ്വര ചൈതന്യമാണ് നമ്മുടെ ആത്മചൈതന്യമായി ഇരിക്കുന്നത്. അതൊരു കഥാരൂപത്തിൽ പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കലിയുഗത്തിലെ ജനങ്ങൾക്ക് ഈശ്വര സാക്ഷാത്കാരത്തിന് നാമജപങ്ങൾ എളുപ്പം സാധ്യമാകും എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഗുരുക്കന്മാരൊക്കെ നാമജപത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് കലിയുഗത്തിൽ കൂടുതൽ പറയുന്നത്. പൂന്താനം പറഞ്ഞു, എഴുത്തച്ഛൻ പറഞ്ഞു, ശ്രീഗുരു എത്ര കൃതികളിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ ശരീരം വെറും ഒരു ജപിക്കാൻ നേരത്തെ വിരിച്ചിടുന്ന ഒരു വസ്ത്രം അല്ലെങ്കിൽ ഒരു വിരിപ്പ് മാത്രമാണ് ഈ ശരീരം. ജപിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ജന്മം. കാരണം മനസ്സ് അവിടെ ഇവിടെയൊക്കെ പാഞ്ഞലഞ്ഞ് എന്തോരം വിഷയങ്ങളെ നുണഞ്ഞ് നമ്മൾ ഇക്കാലം അത്രയും, എന്നിട്ട് സ്ഥിരമായ ഒരു സുഖം നമുക്ക് കിട്ടണുണ്ടോ? എന്തെല്ലാം സുഖത്തിൽ പോയി. പായസം കുടിച്ചു നോക്കി, ചിക്കൻ ബിരിയാണി കഴിച്ചു നോക്കി, വെജിറ്റബിൾ ബിരിയാണി കഴിച്ചു നോക്കി, യാത്രകൾ ചെയ്തു നോക്കി, ഇഷ്ടപ്പെട്ട ആളുകളോട് സംസാരിച്ചു നോക്കി, എല്ലാം ചെയ്തു. പക്ഷെ സുഖം നിൽക്കണില്ല, അപ്പം തന്നെ പോവുക അല്ലേ? അങ്ങനെ നമ്മളിങ്ങനെ എത്രയോ കയറി ഇറക്കങ്ങൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ മനസ്സിങ്ങനെ എല്ലായിടത്തും സഞ്ചരിച്ചു, അപരമിതൊക്കെയും പരിചയിച്ചു. എന്നിട്ട് എന്താ പറ്റി? അപജയമായി അണഞ്ഞതിതു കണ്ടറി നീ മനമേ. നീ ഓടല്ലേ മനസ്സേ, എന്തിലൊക്കെ നീ പോയി? നിനക്ക് പരാജയമല്ലാതെ വിജയം കിട്ടിയോ? നിനക്ക് ശാശ്വതമായ സുഖം കിട്ടുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? ഈ ശരീരം ജപിക്കാനുള്ള വസ്ത്രമാണ്, ജപപടമംഗം. അതിലിരുന്ന് ജപിക്ക്, ഉപരതി കിട്ടും, ആനന്ദം കിട്ടും. അല്ലാതെ നിന്റെ ഇന്ദ്രിയങ്ങളെ ഓട്ടിക്കലൊക്കെ ഒന്ന് നിർത്തിയിട്ട് ഈ ജപപടമായ ശരീരം തന്നിരിക്കുന്നത് നിനക്ക് നിന്റെ സ്വരൂപത്തെ ധ്യാനിക്കാനുള്ളതാണെന്നും അതിനുള്ളൊരു സമയം നമ്മൾ കണ്ടെത്തുകയും കൂടി വേണം. ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് നമ്മൾ മാനസിക ജപത്തിനാണ് കേട്ടോ. അത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. അത് നമുക്ക് പ്രത്യേക സ്ഥലമോ അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള സമയം ഒന്നും വേണ്ട. അടുക്കളയിൽ നിൽക്കുമ്പോഴാണെങ്കിലും ഒരു നാമജപം ഉള്ളിലിട്ടുകൊണ്ട് നടക്കാം. ബസ്സിലിരിക്കുമ്പോഴാണെങ്കിലും നമുക്ക് ചെയ്യാം. അപ്പോൾ ഏത് സമയത്താണെങ്കിലും കുഞ്ഞിന് ആഹാരം കൊടുക്കുമ്പോഴാണെങ്കിലും നമുക്കൊരു നാമജപം ഉണ്ടാവുക. അപ്പോൾ നമ്മളുടെ പ്രവൃത്തിയിലൂടെയാണ് കൊടുക്കുന്നവർക്കും അത് പകർന്നു കിട്ടിക്കൊണ്ടിരിക്കും അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് പറയണത് എപ്പോഴും നാമജപം നാവിന്മേൽ നിന്ന് പിരിയാതെ ഇരിക്കണം എന്ന് പറയണത്. അതുകൊണ്ടാണ്. പ്രത്യേകിച്ച് കലിയുഗവും കൂടിയാണ്. ഈ കലിയുഗത്തിൽ അത്ര പെട്ടെന്ന് നമ്മുടെ മനസ്സ് പെട്ടെന്ന് കലുഷിതമാക്കുക. ഒരാൾ നമ്മുടെ മുമ്പിൽ വന്ന് നിന്ന് നമ്മളോടൊന്ന് സംസാരിച്ചാൽ മതി, പെട്ടെന്ന് നമ്മുടെ മനസ്സ് കലുഷിതമാവും. അപ്പോൾ അങ്ങനെയൊന്നും വരാതിരിക്കാൻ അവോയ്ഡ് ചെയ്യാവുന്ന സാഹചര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക. ആവശ്യമില്ലാതെ ഫോൺ എടുത്ത് വിളിച്ച് കേട്ട് അവിടുത്തെ ദുഃഖവും കൂടി കേട്ടിരുന്ന് വിഷമിക്കും. നമുക്ക് ഉണ്ട് ദുഃഖം, എന്നിട്ടിങ്ങനെ വിളിക്കും സുഖമാണോ, എന്നിട്ട് അവരുടെ ദുഃഖവും മേടിച്ച് വെക്കും. അതിനടുത്ത് കഴിഞ്ഞാൽ അടുത്ത ആളെ വിളിക്കും. എപ്പോഴാണ് നമുക്കൊന്ന് സ്വസ്ഥമായി ഒന്ന് ഇരിക്കാൻ പറ്റണത്? ആരെയും വിളിക്കേണ്ട അന്വേഷിക്കേണ്ട എന്നൊന്നുമല്ല. മറ്റുള്ളവരുടെ ദുഃഖത്തിലേക്കും സുഖത്തിലേക്കും ഒന്നും അധികം കയറി അങ്ങ് ഇടപെടാതിരിക്കുക. കിട്ടിയ ജീവിതത്തെ ശാന്തവും സമാധാനമായിട്ട് കൊണ്ടുപോവുക. എല്ലാ ദുഃഖങ്ങളും കൂടി പറിച്ച് മനസ്സിൽ വെച്ച് വിഷമിക്കാൻ നിൽക്കരുത് എന്നർത്ഥം. കാരണം നമുക്ക് ഈ സുഖസ്വരൂപം ഓരോ അനുഭവങ്ങളും നമ്മുടെ സുഖത്തെ മറിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതിനെയൊക്കെ അതാതിൻ്റെ പൊസിഷനിൽ നിർത്തിക്കൊണ്ട് വേണം നമ്മുടെ ജീവിത വ്യവഹാരങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും ഓർക്കണം, നമ്മുടെ സ്വരൂപം ആനന്ദമാണ്, എനിക്ക് ദുഃഖം വേണ്ട,
ഞാൻ ആനന്ദ സ്വരൂപനാണ് എന്നുള്ള ചിന്ത നമുക്ക് എപ്പോഴും വേണം. എന്നിട്ട് ഗുരു പറയുന്നതാണ്, ആ സുബ്രഹ്മണ്യ കീർത്തനത്തിലെ 13ാമത്തെ ശ്ലോകത്തിനോട് പറയാണ്, പങ്കാരും പറ്റുവാനില്ല. ഈ അനാഹതധ്വനി ഉയർന്നപ്പോഴേ സത്യാനുഭവം ഉണ്ടായി. ഹൃദയത്തിൽ നിന്ന് ആനന്ദം ഇങ്ങനെ ഊറി ഊറി ആനന്ദം അനുഭവിക്കുക. എന്നിട്ട് പറയാണ്, ഇത് പങ്കാരും പറ്റുവാനില്ലെന്ന്. ഈ ആനന്ദം അനുഭവിച്ചപ്പോഴേ അതിൻ്റെ പുറത്ത്, ഈ ആനന്ദത്തിൻ്റെ പുറത്ത് ഒരു കുഞ്ഞു കീടം പോലും ഇല്ല വരാൻ. കാരണം എല്ലാതും അകത്തായി, എല്ലാതും ഈശ്വരത്തിൻ്റെ ആ ആനന്ദത്തിൻ്റെ ഉള്ളിലാണെന്ന് മനസ്സിലായി. എല്ലാത്തിനെയും ഒന്നായി കാണാൻ പറ്റി. ആ ഒരു അനുഭവം ഗുരു പറയണത്. അതിനെ നീ ആസ്വദിച്ചിടുവാൻ വാ. അതിനെ എനിക്ക് ഒന്നുകൂടെ ആസ്വാദ്യകരമാക്കണമെങ്കിൽ നീ എന്നിലേക്ക് വരണം ഭഗവാനെ എന്നാണ് വിളിക്കുന്നത്. ഇവിടെയൊക്കെ ഗുരുവിൻ്റെ അനുഭവമാണ് നമ്മൾ ഗുരുവിൻ്റെ കൃതികളിലൂടെ ഗുരു വയ്ക്കുന്നത്, നമ്മുടെ മുന്നിലേക്ക് വയ്ക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമുക്കൊരു അടുത്ത ടോപ്പിക്ക് അടുത്ത ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം എന്ന് വെച്ചാൽ നേരത്തെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഏതായാലും സുഖേകത്വാത് എന്നുള്ളൊരു സൂത്രത്തിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. നിങ്ങൾക്കൊരു ഹോംവർക്ക് തരാൻ പോവാണ്. സുഖത്തെക്കുറിച്ച് ഗുരു ഏതെല്ലാം കൃതികളിൽ പറഞ്ഞിട്ടുണ്ടോ ആ ശ്ലോകങ്ങളെല്ലാം കളക്ട് ചെയ്ത് വയ്ക്കുക. നമ്മളൊരു അന്വേഷണം വേണം. ഞാൻ പറഞ്ഞു, നമ്മൾ വേദാന്ത സൂത്രം പഠിച്ചു കഴിയുമ്പോൾ ഗുരുവിൻ്റെ കൃതികളിൽ ഏതൊക്കെയാണ് ഇനി സ്പർശിക്കാത്തത് എന്നൊന്ന് നോട്ട് ചെയ്ത് വെക്കാനുണ്ട്. അപ്പോൾ ആദ്യം മുതലെടുക്കുക, വിനായകാഷ്ടകം മുതൽ ഇങ്ങോട്ടൊന്ന് നോക്കുക. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ആഴ്ചയല്ലേ ക്ലാസ് ഉള്ളത്, അപ്പോൾ അതിനുള്ളിൽ എല്ലാ കൃതിയും നോക്കി തീരണം. ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് അതിനുവേണ്ടി സ്പെൻഡ് ചെയ്താൽ മതി. ഓർത്തോളണം, സുഖം എന്ന ആശയം തരുന്ന ഗുരുദേവ കൃതികൾ ഏതൊക്കെ ശ്ലോകങ്ങളാണ്. ഇപ്പോൾ ടീച്ചർ എന്നെ ഒന്ന് ഓർമ്മിപ്പിച്ചോളാം, ഇന്ദിര ടീച്ചറെ, അത് എത്ര പേരത് ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് അറിയാനാണ്. കിട്ടിയാൽ നമുക്കത് എല്ലാവർക്കും കൂടി പകർന്നു കൊടുക്കുകയൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് സമാപിപ്പിക്കാം. ഓ